പ്രൈസ്. എൻ്റെ പേര് ഡോക്ടർ ബ്ലെസി ജോയ്. എൻ്റെ ഹസ്ബൻഡ് ഒരു IPC ഷാലോം ചർച്ചിന്റെ പാസ്റ്ററാണ്. എനിക്കൊരു മോളുണ്ട്. കുഞ്ഞ് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ ബറോഡയിൽ ഗുജറാത്തിൽ ബറോഡ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ താമസിക്കുന്നത്. ദൈവകൃപയാല് ദൈവ അത്ഭുതമായിട്ട് ഞാൻ ജനിച്ചു വളർന്ന എല്ലാം ഗുജറാത്തിൽ തന്നെയാണ്. ഞാൻ പേരിന് വേണ്ടി മലയാളിയാ. എനിക്ക് നല്ലതായിട്ട് മലയാളം അറിയത്തില്ല. അത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദൈവനാമത്തെ ക്ഷമിക്കണേ. എന്റെ ദൈവനാമത്തെ എന്നെ ഇപ്പം വ്യൂ ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും പിന്നീട് വ്യൂ ചെയ്യാൻ പോകുന്ന എല്ലാ വ്യൂവേഴ്സും ഞാൻ ദൈവനാമത്തെ സ്നേഹവന്ദനം പറയുന്നു. ഹല്ലേലൂയ. എനിക്ക് ഈ ചാൻസ് തന്നെ ജോയസ് ടിവിയുടെ എല്ലാ ലീഡേഴ്സിനും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ എന്റെ അത്ഭുത സാക്ഷ്യം ദൈവം അത്ഭുതം ചെയ്തതാ. ദൈവം ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ കാണുമെന്ന് തോന്നുകയൊന്നുമില്ല. പക്ഷെ എന്റെ ലൈഫിനെ നോക്കാൻ പോയാൽ മെഡിക്കൽ സയൻസ് അക്കോർഡിംഗ് നോക്കാൻ പോയാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് വലിയ അത്ഭുത മെറക്കലാന്നാ പറയണത്. പക്ഷെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ അതിന് ഒരു റീസൺ ഉണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തേലും പ്രോബ്ലംസ് എല്ലാം ചെയ്തെങ്കിൽ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. അതിന്റെ ലീവിങ് ടെസ്റ്റിമണിയാ ഞാൻ. ഹല്ലേലൂയ. ഞാൻ ദൈവനാമത്തെ എല്ലാരും സ്വാഗതം ചെയ്യുന്നു എന്റെ ഈ സെഷന് വേണ്ടി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഈ എന്റെ സാക്ഷ്യം വചനം നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇത് വലിയ വിടുതലും അനുഗ്രഹത്തിന്റെ കാരണമാവുമെന്ന്. ഹല്ലേലൂയ. ഞാൻ തുടക്കം തൊട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു വരുന്നത് ഗുജറാത്തിലാ. എന്റെ പപ്പായുടെ പേര് പാസ്റ്റർ PJ തോമസ്. പുള്ളിക്കാരൻ ഗുജറാത്തിൽ വന്ന് ദൈവവേല ചെയ്യാൻ തുടങ്ങിയത് ഓൾമോസ്റ്റ് 50 to 53 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ദൈവനാമത്തിന് വേണ്ടി അടിക്കും ബുദ്രമൊക്കെ ഏറ്റു ഒത്തിരി കഷ്ടപ്പെട്ട് ദൈവവേല ചെയ്ത ദേവദാസന്റെ മകളായിട്ട് ജനിക്കാൻ ദൈവ കൃപ നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പാരന്റ്സ് അവരിപ്പോഴും ഗുജറാത്തിൽ തന്നെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ ജോയ് പ്രകാശ്, പുള്ളിക്കാരൻ IPC ഷാലോം ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഈ ബറോഡ പട്ടണത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പം തന്നെ പുള്ളിക്കാരന്റെ മീറ്റിംഗ്സും പ്രീച്ചിങ്സും വരെയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു മോളുണ്ട്. കുഞ്ഞ് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ ബറോഡ പട്ടണത്തെ ആക്കിയിരിക്കുന്നു. ഗുജറാത്തിലെ ബറോഡ പട്ടണം എന്ന് പറയാം. ഗുജറാത്തിനെ പറ്റി പറയാൻ എനിക്ക് ഒത്തിരി ഒന്നും ഞാൻ ഡീറ്റെയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പറയാൻ നോക്കിയ ഇവിടെ ക്രിസ്ത്യൻസിന് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒത്തിരി പ്രോബ്ലംസ് കൊണ്ട് ഫേസ് ചെയ്താൽ ഇവിടെ ദൈവമക്കളെ ജീവിക്കുന്നത്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ദൈവം അങ്ങനെ ഒരു രാജ്യത്ത് ഞങ്ങളെ ആക്കി വെച്ചാലും അത്ഭുതമായിട്ട് ദൈവം നടത്തുന്നു. അപ്പം തന്നെ ദൈവലക്ഷ്യാണ്. ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ എന്റെ പപ്പ പാസ്റ്റർ. ഞാൻ കൊച്ചിലെ തൊട്ട് എന്റെ ചെറുപ്രായത്തിൽ തൊട്ട് ഇവാഞ്ചലിസം ചെയ്യണത് പപ്പയുടെ ഒറ്റ വലിയ ഇതാന്നു. പപ്പ ഞങ്ങൾ കൊച്ചിലെങ്ങനെ പറയാന്നു, മക്കളെ നിങ്ങൾ എത്ര പഠിച്ചാലും ഏത് പോസ്റ്റ് നിങ്ങൾ ജോലി ചെയ്താലും നിങ്ങളെ ഫസ്റ്റ് ഫോക്കസ് ഇവാഞ്ചലിസം ഗോസ്പൽ വർക്ക് ആയിരിക്കണമെന്ന്. യു ഷുഡ് ബി ഏബിൾ ടു പ്രീച്ച് ഗോഡ് ഇൻ വാട്ട് എവർ വേ യു ക്യാൻ. അങ്ങനെ പപ്പ എപ്പോഴും പറയുവാന്നു. അത് ഞങ്ങൾ മൂന്ന് മക്കളാ. എന്റെ മൂത്ത ചേച്ചി, ഞാൻ സെക്കൻഡ്, എന്റെ ബ്രദർ, എന്റെ ഏറ്റവും മേലെ ബ്രദർ. ഞങ്ങൾ 3 പേരും പപ്പ കൊച്ചിനെ തൊട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ. പിന്നെ ദൈവാനുഗ്രഹത്താല് അത് ദൈവം ഞങ്ങൾക്ക് ചെയ്യാൻ ദൈവം ഇതുവരെ കൃപ നൽകി ഞങ്ങൾ 3 പേർക്കും. അങ്ങനെ കൊച്ചു പ്രായം തൊട്ട് ഞാൻ പപ്പയുടെ കൂടെ വില്ലേജസിലും അങ്ങനെ ട്രാക്സ് കൊടുക്കാനും മീറ്റിംഗ് ഒക്കെ നടത്താൻ ഒത്തിരി ഗ്രാമത്തിൽ ഒത്തിരി പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ അങ്ങനത്തെ ഒക്കെ സമയം വന്നപ്പോഴും ദൈവത്തിന് എന്തോ നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ദൈവം എനിക്ക് അത്ഭുതമായിട്ട് കൃപ നൽകി. ഹല്ലേലൂയ. എനിക്ക് 15 വയസ്സുള്ളപ്പോ തൊട്ട് ഞാൻ പ്രീച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആദ്യമായിട്ട് പ്രീച്ച് ചെയ്തത് ഒരു ജയിലിലാണ്. ഞാൻ ജയിലില് നമ്മുടെ ഫീമെയിൽ വാർഡിനൊക്കെ ഡിപ്പാർട്ട്മെന്റില് ആദ്യമായിട്ട് ഞാൻ 15 വയസ്സുള്ളപ്പോ ഞാൻ പ്രീച്ച് ചെയ്യാൻ തുടങ്ങിയത് ജയിൽ മിനിസ്ട്രിയില് ഞാൻ പ്രീച്ച് ചെയ്യാൻ തുടങ്ങി. അത്ഭുതമായിട്ട് ദൈവം അവിടെ എനിക്ക് ദൈവവചനം പറയാൻ സംസാരിക്കാൻ ദൈവകൃപ നൽകി.
അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ ഗുജറാത്തിലാണ്. എന്റെ പേര് എനിക്ക് ഗുജറാത്തി സംസാരിക്കാൻ പ്രോബ്ലം. എന്റെ മലയാളം കുറച്ച് പൂവറാ, പക്ഷെ ഗുജറാത്തിലേക്ക് എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ ഗുജറാത്തിയില് ഒത്തിരി ജയിലിൽ എനിക്ക് പ്രസംഗിക്കാൻ ദൈവം കൃപ നൽകി. ഞാൻ പറഞ്ഞ പോലെ കൊച്ചു പ്രായം തൊട്ടേ എനിക്ക് ദൈവം ജയിലിലൊക്കെ പോയി പ്രസംഗിക്കാൻ ദൈവം കൃപ നൽകി. എന്റെ പപ്പായ്ക്ക് വലിയൊരു പാഷനാണ് എങ്ങനായാലും പ്രിസണേഴ്സിന്റെ അടുക്ക്, ജയിൽ പുള്ളികളുടെ ഇടയ്ക്ക് ദൈവവചനം സംസാരിക്കണം, ദൈവവചനം പറയണം. അവർ ഈ സമാജം മൊത്തം അവർ തിരസ്കരിച്ച് വെക്കുക. അങ്ങനെയുള്ള ഒരു നിരാശപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് അവർ ദൈവവചനത്തെ അറിയണം, അവർ ദൈവത്തിന്റെ സ്നേഹം അറിയണം. അങ്ങനെ പപ്പയുടെ വലിയൊരു ആഗ്രഹമാണ്. പപ്പ ഞങ്ങളുടെ കൊച്ചിലെ തൊട്ട് അങ്ങനെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് പപ്പ മിക്കവാറും ജയിലിലുള്ള ഗുജറാത്തുള്ള മിക്കവാറും എല്ലാ ജയിലും പപ്പ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ കൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവല ചെയ്യുന്ന ദൈവഭക്തന്മാരെയും ദൈവം ഞങ്ങളുടെ യോജിച്ചാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇതെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന കാരണം ഒന്നേ ഉള്ളൂ. ഈ ആക്സിഡന്റ് മുമ്പേ ഡിസംബർ മാസം 2017 ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഒത്തിരി ഓൾമോസ്റ്റ് 11 to 12 ജയിലിൽ ഞങ്ങൾ ഗുജറാത്തിലെ ജയിലില് പപ്പായും മമ്മിയുടെ കൂടെ ഞങ്ങൾ ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്തു. അതെല്ലാം വിസിറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ജനുവരി 1 2018 തിരിച്ചു വരുമ്പോഴാ ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്താ പറഞ്ഞേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ജീവിതവും ആ സമയത്തുള്ള കർത്താവിന്റെ വേല ചെയ്യുവാൻ വല്ലതും കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അതും പറയാം. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പപ്പ ഞങ്ങൾ കൊച്ചിലെ തൊട്ട് പറഞ്ഞ നിങ്ങൾക്ക് എവിടെ ചാൻസ് കിട്ടിയാൽ ദൈവവചനം പറയണം. അത് ഞാൻ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിന്റെ സമയത്തും ഞാൻ വേറെ പിള്ളേരുടെ കൂടെ ക്യാൻറ്റീനിലൊന്നും പോത്തില്ലെന്ന്. ഞാൻ ആ സമയത്ത് ലൈബ്രറിയിൽ നിന്ന് വചനം ബുക്സ് റീഡ് ചെയ്ത് എന്റെ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ സമയത്ത് ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചു, നീ മൂവി കാണാൻ എന്താ വരാത്ത, നീ ഞങ്ങളുടെ കൂടെ അവിടെ എന്താ? അപ്പോഴൊക്കെ ദൈവ അനുഗ്രഹത്താൽ എനിക്ക് എന്റെ ക്ലാസ്മേറ്റ്സിനെ ദൈവത്തിനെ പറ്റി വചനം അവരോട് സംസാരിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക. എന്റെ കൂടെ പഠിക്കുന്ന ഒത്തിരി ക്ലാസ്മേറ്റ്സ് എനിക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കാനും എനിക്ക് ഒത്തു. എന്നിട്ട് ഒത്തിരി അതിന് ഒരു പെണ്ണ് എന്റെ കൂടെ പഠിച്ചോണ്ട് ഇപ്പൊ പുള്ളിക്കാരി എബ്രോഡില പുള്ളിക്കാരി ആ കൊച്ചു എന്നോട് പറഞ്ഞു, ബ്ലെസ്സി അന്ന് നീ എനിക്ക് തന്ന ബൈബിൾ ഇന്നും ഞാൻ വായിക്കുന്നുണ്ട്. അത് എന്റെ ജീവിതത്തിൽ ഒത്തിരി സമാധാനം സന്തോഷം എനിക്ക് തരുന്നുണ്ടത്. അത് കഴിഞ്ഞ മാസം എന്നോട് എന്നെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ ഇത് സ്തുതിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിറങ്ങി, ഞാൻ മെഡിക്കൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ എന്റെ കല്യാണം കഴിഞ്ഞു. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എന്റെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞ് അതും ദേവദാസിനെ കല്യാണം കഴിഞ്ഞ ഒത്തിരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒത്തിരി ആൾക്കാരുടെ അഗേൻസ്റ്റ് ആയി. നീ എന്തിനോ പാസ്റ്റിനെ കല്യാണം കഴിക്കില്ല, അങ്ങനെ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദ്യങ്ങളുണ്ടായിരുന്നു. വലിയൊരു ചോദ്യചിഹ്നത്തെ അടിക്കാൻ ഞാൻ എന്റെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ദൈവാനുഗ്രഹത്താൽ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷൻ കിട്ടുന്നതും വലിയൊരു അത്ഭുതമാണ്. ഞാൻ വേറെ കാര്യം ഇടയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൊച്ചിയിലെ തൊട്ട് പഠിച്ചിറങ്ങിയിട്ട് ആദ്യം ഞാൻ സെൻട്രൽ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, കേന്ദ്ര വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത് 12 വരെ. അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെന്റ് കോളേജിലാണ് എന്റെ മെഡിക്കൽ ഗ്രാജുവേഷൻ ചെയ്തത്. ദെൻ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്തും എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛച്ച ഞാൻ ഇനിയും ഞാൻ ഗവൺമെന്റിലെ ഞാൻ പ്രൈവറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളുടെ ഗുജറാത്തില് ഒരു കോളേജേ ഉള്ളൂ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് വേണ്ടിയുള്ളത്. അതിനകത്ത് 30 സീറ്റ് ഉണ്ട്. ഞാൻ അപ്ലൈ ചെയ്തപ്പോ അവരുടെ മാനേജ്മെന്റ് ഇങ്ങനെ പറഞ്ഞു, ത്രൂ ഔട്ട് ഇന്ത്യ ഈ 30 സീറ്റ്സ് ഉള്ളൂ. അത് നിങ്ങൾക്ക് ഓപ്പൺ ഇന്റർവ്യൂ ആ, അത് വാക്ക്-ഇൻ ഇന്റർവ്യൂ ഉണ്ട്, റിട്ടേൺ ഇന്റർവ്യൂ, അങ്ങനെ 3 റൗണ്ട് ഉണ്ട് ഇന്റർവ്യൂടെ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിനകത്ത് കിട്ടിയവർക്ക് ഇതിനകത്ത് അഡ്മിഷൻ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ദൈവം എങ്ങനെ അഡ്മിഷൻ? എന്റെ ഹസ്ബൻഡ് അച്ഛൻ പറഞ്ഞു, ബ്ലെസ്സി ഇത് എങ്ങനെ നോക്കും? അപ്പോഴും എന്റെ പപ്പ പറഞ്ഞു, മോനെ ദൈവം വാഗ്ദത്തം ചെയ്തതാ, തീർച്ചയായിട്ടും നിനക്ക് അഡ്മിഷൻ കിട്ടും, നീ പോ. അങ്ങനെ ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ
എക്സാം കൊടുത്തു. എന്റെ ദൈവാനുഗത്തെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഫൈനൽ ഇയർ ആയപ്പം ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉള്ള സമയത്ത് ദൈവാനുഗത്താൽ ഞാൻ ത്രൂ ഔട്ട് ടോപ്പർ ആയിരുന്നു. പക്ഷെ ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ സമയത്ത് എന്റെ കോളേജ് മാനേജ്മെന്റിനോട് പറഞ്ഞു, നീ പ്ലേസ്മെന്റ് ഇരിക്കാൻ ഒക്കത്തില്ലെന്ന്. അപ്പൊ ഞാൻ എന്റെ അവിടുത്തെ മാനേജ്മെന്റിനോട് ചോദിച്ചു, വാസ് എ റീസൺ, എന്തോ കാരണം എന്തോ എനിക്ക് ഇരിക്കാൻ അനൗ ചെയ്യാത്ത. അത് പറഞ്ഞ ഇല്ല, മാനേജ്മെന്റ് തീരുമാനം എനിക്ക് ഇരിക്കാൻ ഒക്കത്തില്ലെന്ന്. അത് കേട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഒത്തിരി ഞാൻ ഒത്തിരി കാര്യം ഞാനിപ്പോ ഇങ്ങനെ ഓർത്തും, ചിലപ്പോ ഞാൻ ക്രിസ്ത്യൻ അതിന്റെ പേരിലേക്ക് തന്നെ അവർ ഇരുത്താത്തേക്ക്. ഞങ്ങളുടെ കോളേജിൽ ഞാനല്ലാതെ വേറെ ആരും ക്രിസ്ത്യൻ അല്ലാന്ന്. അങ്ങനെ ഒത്തിരി എനിക്ക് വ്യാകുലപ്പെട്ട് വിഷമിച്ച് ഒത്തിരി 15-20 ഡേയ്സ് ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കുന്ന അത്രയും സമയം ഞാൻ വീട്ടിലാണ്. ഞാൻ പക്ഷെ ഒരു കാര്യം ഉണ്ടാകും, പപ്പായി ആ സമയത്ത് എന്റെ പപ്പ എന്നോട് പറയണം, മോളെ ഭാരപ്പെടല്, ദൈവം എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടേ അത് മോനെ വേണ്ടി നല്ലതായിട്ട്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗോഡ് ഫോർ ദോസ് ഹു ലവ് ഹിം. അങ്ങനെ പപ്പ എന്നോട് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തി. ആ സമയത്തും പപ്പായി മമ്മി എന്റെ കൂടെ ഇരുന്ന് അച്ഛനും എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ പ്രാർത്ഥിച്ചു, ദൈവഹിതം നടക്കണേ എന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോ നമുക്ക് മനസ്സിലാവത്തില്ല ഇത് എന്തിനാ ഇങ്ങനെ ആവുന്നത്, എല്ലാം നെഗറ്റീവ് എന്താ ഇങ്ങനെ. അപ്പം പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം മക്കൾക്ക് വേണ്ടി ഒന്നും നെഗറ്റീവായിട്ട് ചെയ്യുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറയാം, എന്റെ കാരണം ഞാൻ പറയാം. അങ്ങനെ അവർ എന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇരുത്തിയില്ല. എല്ലാവർക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇന്റർവ്യൂ എല്ലാം ക്ലിയർ ചെയ്തെല്ലാം കഴിഞ്ഞു. എന്റെ കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഒരു ഓപ്പൺ ഇന്റർവ്യൂ, ഞങ്ങൾ ഗുജറാത്ത് ഗവൺമെന്റ് ഓപ്പൺ ഇന്റർവ്യൂയുടെ ആഡ് വന്നു ന്യൂസ് പേപ്പറിൽ. അപ്പൊ എന്റെ പരിചയമുള്ള ഒരു ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, ബ്ലെസ്സി ഇങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടു, യു ക്യാൻ അപ്ലൈ ഫോർ ഇറ്റ്, അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു യെസ് ഷുവർ. അപ്പൊ ഞാൻ അതിനെ അപ്ലൈ ചെയ്തു. അവരെന്നെ ഇന്റർവ്യൂക്ക് വേണ്ടി വിളിച്ചു. ഇന്റർവ്യൂക്ക് വിളിച്ചപ്പോഴും ഗുജറാത്ത് ഹെൽത്ത് കമ്മീഷണർ ഇന്റർവ്യൂ എടുക്കുന്നത്. അവിടെയും 2 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് എന്റെ കൂടെ വേറെ കാൻഡിഡേറ്റ്സ് ഉള്ളവരെല്ലാം ഞങ്ങൾ വന്ന് നിൽക്കുക. ആ സമയത്ത് അവര് ഇന്റർവ്യൂ എടുത്തിന്റെ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂക്ക് വേണ്ടി എന്നെ വിളിച്ചില്ല. ഞാനപ്പോ അവർക്ക് എല്ലാരെയും വിളിക്കുന്നത് എന്നെ എന്താ വിളിക്കാത്ത, എന്നെ നേരിട്ട് ഹെൽത്ത് കമ്മീഷണറിന്റെ ഫൈനൽ റൗണ്ടിന് എന്നെ വിളിച്ചു. ഞാൻ ആദ്യത്തെ ഹെൽത്ത് കമ്മീഷണറിന്റെ അടുത്ത് പോയി. പുള്ളിക്കാരൻ എന്നോട് ഒന്നും എന്റെ പഠിത്തത്തിനെ പറ്റി ഒരു ചോദ്യങ്ങൾ ചോദിക്കില്ല. 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു യു ക്യാൻ ഗോ. അങ്ങനെ പറഞ്ഞ് ഞാൻ വെളിയൊന്ന് ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് ജോലി കിട്ടത്തില്ല. പിന്നെ എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ എന്തോ ഇന്റർവ്യൂ അവർ എന്നെ എടുത്തത്. പപ്പ നീ ഇല്ല മോനെ, നീ ഇവിടെ നിൽക്ക്, ദൈവം നമുക്ക് വേണ്ടി വെച്ചേക്കുന്ന നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ദൈവമക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത്ഭുതമായിട്ട് ഞാൻ ആ ക്യാമ്പസിൽ ഞാൻ ദൈവത്തോടെ പറഞ്ഞു, ദൈവമേ ഞാൻ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുന്ന ഒരു പോസിറ്റീവ് റിപ്ലൈ ആയിട്ട് ഞാൻ ഇറങ്ങണം എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്റെ കയ്യിലുണ്ടായിരുന്നു. ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തു. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ക്യാമ്പസ് ഇന്റർവ്യൂ ഇരുന്നവരെന്നെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കാൻ, നിനക്കിങ്ങനെ അറിയാമെങ്കിൽ നീ എന്താ ഞങ്ങളോട് ആദ്യം പറയാഞ്ഞത്? ഞങ്ങൾക്ക് ആർക്കും നിന്റെ കൂട്ട് ജോബ് കിട്ടിയില്ല. നീ ഇത്ര ഹൈ പോസ്റ്റ് നേരെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നീ ജോലിക്ക് കയറി. ഞങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കൊച്ചു എക്സിക്യൂട്ടീവ് ലെവലിലൊക്കെ ഇരിക്കുക. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തുവാ സംഭവിക്കുക? ചിലപ്പോ ആദ്യം അത് വേദനയായിരിക്കും നമുക്ക് വേണ്ടി. പക്ഷെ അത് നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോ അത് അത്ഭുതമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൊച്ചിലെ തൊട്ട് പഠിച്ചത് മൊത്തം ഗവൺമെന്റിലാണ്. ഞാൻ പിന്നെ ഫസ്റ്റ് ജോലിക്ക് കയറിയത് ഗവൺമെന്റ് ഹോസ്പിറ്റല് 1500 ബെഡഡ് ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലിക്ക് കയറി. ഹല്ലേലൂയ. ജോലിക്ക് കയറി അവിടെ ദൈവം അത്ഭുതമായിട്ട് തന്നെ ദൈവനാമത്തെ ഉപയോഗിച്ചു. അവിടെ ഓൾമോസ്റ്റ് 3000 ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ 3000 സ്റ്റാഫിന്റെ അടുത്ത് എനിക്ക് പോയി ദൈവവചനം കൊടുക്കാൻ
എല്ലാ സ്റ്റാഫിനും വീട്ടിൽ ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കാൻ എനിക്ക് ദൈവം കൃപ നൽകി. അവിടെ വീട്ടിൽ പോയി ഞാൻ അവർക്ക് ദൈവവചനം പറയാന്നു. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ വന്ന് ദൈവവചനം വാങ്ങിച്ചോണ്ട് പോയി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ 3000 സ്റ്റാഫിന് വീട്ടിൽ ആ വചനം ഞാൻ കൊടുത്തിട്ട് വന്ന് അതിന് ഒരു അത്ഭുതം. ഈ സാക്ഷി എനിക്ക് ഇപ്പം കഴിഞ്ഞ 2-3 മാസം മുമ്പ് എനിക്ക് അവിടുത്തെ ഒരു പാസ്റ്റർ, ലോക്കൽ പാസ്റ്ററിന്റെ അഡ്രസ് ഞാൻ ആ ന്യൂ ടെസ്റ്റ്മെന്റിലെ ഞാൻ സീൽ ചെയ്തത്. പാസ്റ്റങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹാൻസ് പാസ്റ്റങ്ങൾ പറ ബ്ലെസ്സി, ഗോഡ് ഹാസ് ഡൺ എ മാർവലസ് തിങ്. ഞാൻ പറഞ്ഞു വാട്ട് ഹാപ്പൻ അങ്കിൾ? അപ്പം പറഞ്ഞു ബ്ലെസ്സി ആ സമയത്ത് ഹോസ്പിറ്റലിൽ ആവുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന 2 സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫ്, അമ്മായിമ്മയും മരുമോളും ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുക ആസ് എ നേഴ്സാ. അവര് നേഴ്സായിട്ട് ചുമ്മാ അവർക്ക് ഞാൻ ന്യൂട്രീഷൻ കൊടുത്തു. അത് പക്ഷെ അവര് എന്തോ പറഞ്ഞ നമ്മുടെ ഗുജറാത്തില് രാജ്പൂത് കമ്മ്യൂണിറ്റിനെ ബിലോങ് ചെയ്യും. രാജ്പൂത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ക്രൂവൽ ടൈപ്പ് ആൾക്കാരാ. അവര് പെട്ടെന്ന് ദൈവത്തെ നമ്മള് ഒരു വചനം എന്തെങ്കിലും പറഞ്ഞാൽ അവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഭയങ്കര എന്തോ ടഫ് മൈൻഡഡ് പബ്ലിക്, അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി അത്. അപ്പൊ അവര് വചനം വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷെ അവര് 2-3 മാസം എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തെന്ന് അവര് പിന്നെ പാസ്റ്ററിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പാസ്റ്ററുകളെ എനിക്കത് നല്ലതായിട്ട് ഓർമ്മയില്ല. എന്താ പറഞ്ഞ അങ്ങനെ അവര് ആ നമ്പർ നോക്കി ആ ലോക്കൽ പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് ഞങ്ങളുടെ മാഡം ഞങ്ങൾക്ക് തന്ന ഈ ബുക്കിനകത്ത് സാറിന്റെ പേര് നമ്പറും കിട്ടി. സാർ മാഡം ഇവിടെ ഉണ്ടാകുന്നപ്പം മാഡം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്നു. സാർ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഫാമിലി ഭയങ്കര വലിയ പ്രോബ്ലമിനകത്തിരിക്കുവാന്ന്. അപ്പം പാസ്റ്റർ ആദ്യം പേടിയാ, രാജ്പൂത് കുടുംബമാന്ന് പറഞ്ഞപ്പം പാസ്റ്ററിന് പറഞ്ഞു ഇനി അവിടെ പോയിട്ട് ഈ അടിയും പിടിയും എന്തിനും കിട്ടിയാലോ. അങ്ങനെ പാസ്റ്റർ എന്നാലും ഞാൻ പോവാന്ന് പറഞ്ഞ് പാസ്റ്റർ പോയി. പാസ്റ്റർ ചെന്ന് അവിടെ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം ചെയ്തു. അവിടെ വലിയ ഫാമിലി ഇഷ്യൂ നടക്കുവാന്ന്. അവര് ഡെത്തിന്റെ മീനിങ് ഇന്നലെ നാളെ ഞങ്ങള് സുസൈഡ് ചെയ്യും അങ്ങനത്തെ കണ്ടീഷനിൽ ആ മൊത്തം കുടുംബം ഇരിക്കുന്ന സമയത്ത് അത്ഭുതമായിട്ട് ദേവദാസനെ അവിടെ കൊണ്ടുപോയി ദേവദാസൻ അവിടെ പ്രാർത്ഥിച്ചു. അവിടെ ആ കുടുംബത്തിന് പ്രോബ്ലം സോൾവ് ആയി. ആ കുടുംബം മൊത്തം 5 പേര് ഇപ്പം സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക. ദൈവം അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പപ്പ ഒരു കാര്യം പറഞ്ഞു, മോനെ എവിടെ ചാൻസ് കിട്ടിയാലും നീ ദൈവവചനം പറയണം. അന്ന് ഞാൻ ആ ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുത്തപ്പം എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു ഹെൽപ്പ് എന്ന കാര്യം നടക്കും. എത്ര വർഷം മുമ്പേ ഞാൻ കൊടുത്തത്. പക്ഷെ അതിന്റെ ഈ റിസൾട്ട് എനിക്ക് ഈ 2-3 മാസം മുമ്പേ എനിക്ക് കാണാൻ കിട്ടിയത്. അതിന് ദൈവമക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ മക്കളെ കൊച്ചു പ്രായത്തിൽ തൊട്ട് ദൈവവചനം പഠിപ്പിക്കുക തന്നെയല്ല, അവരോട് പറയണം. ദൈവത്തെ ഉയർത്താൻ, വേറെ ആക്കടെ മുമ്പിൽ ഉയർത്താൻ നമുക്ക് എവിടെയെങ്കിലും ചാൻസ് കിട്ടിയാ ഒരിക്കലും ആ ചാൻസ് വിട്ടുകളയല്ലെന്ന്. ഏത് വിധത്തിലായാലും, ചിലപ്പം പാട്ടുകളുടെ ആയിരിക്കും, ചിലപ്പോ നമ്മുടെ ജീവിതത്തിനെ പറ്റി അവരോട് സംസാരിക്കുമ്പോഴും എങ്ങനായാലും നമുക്ക് ദൈവനാമം ഉയർത്തുന്ന സമയം കിട്ടിയോ അവിടെ ചെയ്യണം, പിള്ളേരെ പഠിപ്പിക്കണമെന്ന് ഞാൻ എന്നെ വ്യൂ ചെയ്യുന്ന യങ്സ്റ്റേഴ്സിനോട് ഞാൻ ഹംബ്ലി റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളെ ജോലിക്കാന്ന് എവിടെ വെച്ച് നിങ്ങൾക്ക് ദൈവനാമം ഉയർത്തി നിങ്ങൾ സമയം കിട്ടുമോ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്തിരിക്കണം. നമുക്കറിയത്തില്ല എവിടെ ദൈവം പ്രവർത്തിക്കുന്ന, എങ്ങനെ ആത്മാവ് ദൈവം നേടിയെടുത്ത് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ നമ്മള് ദൈവത്തിന് വേണ്ടി ഡേ ആൻഡ് നൈറ്റ് 365 days ഡേ ആൻഡ് നൈറ്റ് നമ്മൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ നമുക്ക് ഒക്കെങ്കിൽ അത് മാക്സിമം ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ എന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ഹല്ലേലൂയ. പിന്നെ നമ്മളിപ്പം ജീവിക്കുന്ന സമയം ഒത്തിരി ക്രിട്ടിക്കലായി വരുക ഡേ ബൈ ഡേ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശത്തില് നമുക്ക് സുവിശേഷം പറയാനോ ദൈവവചനം പറയാനോ ലീഗലി പെർമിഷൻ ഇല്ല നമ്മുടെ അടുത്ത്. നമ്മൾ ഒത്തിരി അഡ്വേഴ്സ് സിറ്റുവേഷനേക്കാണ് വരുന്നത്. അങ്ങനത്തെ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ചാൻസ് കിട്ടാ ഒരിക്കലും ആ ചാൻസ് വിട്ടുകളയരുത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്ന നല്ലൊരു ജീവിതം പറഞ്ഞ പോലെ എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ ബൈ ഗോഡ്സ് ഗ്രേസ്. എല്ലാം മീനിങ് ജോലിയുണ്ട്, എല്ലാം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കുഞ്ഞായി ഞങ്ങളെല്ലാം നല്ല ലൈഫ് സ്മൂത്തിൽ പോവാന്ന്. ദൈവം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഭാവനകർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലിക്ക് കയറിയത്. അതിന്റെ അടുത്തുള്ള ഗ്രാമങ്ങളെല്ലാം ഞാനും എന്റെ ഹസ്ബൻഡിന്റെ കൂടെ പോയി ദൈവലയം ചെയ്യുവാന്നു. അങ്ങനെ ലൈഫ് സ്മൂത്ത്ലി പോയിക്കൊണ്ടിരുന്ന സമയത്ത് 2017 ഞങ്ങൾ ഡിസംബർ മാസത്തില് എല്ലാ
ജയിലിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് 2018 ഫസ്റ്റ് ജനുവരി തിരിച്ചു വരുമ്പോൾ സമയത്ത് ഞങ്ങൾക്ക് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചത് അതും ഭയങ്കര ഇത് പറഞ്ഞ കേൾക്കും ചോദിക്കാൻ പറഞ്ഞ ഞങ്ങളുടെ വണ്ടി 4 വീലർ ഡ്രൈവ് ചെയ്ത് എന്റെ ഹസ്ബൻഡാ. ഞാൻ എടുത്തിരിപ്പഴ കുഞ്ഞ് 3.5 വയസ്സുള്ള കുഞ്ഞ് പുറകെ കാറിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കാറിന് സർവീസും ചെയ്യിപ്പിച്ചു, എല്ലാം ചെയ്യിപ്പിച്ച വണ്ടിയായിരുന്നു. ഒരിക്കലും അങ്ങനെ ലോകവിദ്യ നോക്കാൻ പോയാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, അങ്ങനത്തെ കണ്ടീഷനാണ്. എന്നിട്ടും കാറിന്റെ ഞങ്ങള് നാഷണൽ ഹൈവേയില് നോർമൽ സ്പീഡില് വന്നോണ്ടിരുന്നെ. നാഷണൽ ഹൈവേയില് ആനന്ദ് പറഞ്ഞ സ്ഥലത്തിനടുത്ത് വന്ന ടോൾ ടാക്സിനടുത്ത് ഞങ്ങളുടെ കാറിന്റെ ടയർ പൊട്ടി, ടയർ ബ്ലാസ്റ്റ് ആയി, കാർ കുത്തി മറിഞ്ഞു. ആ കാറിന്റെ കണ്ടീഷൻ കണ്ട നമുക്ക് സ്ക്രാപ്പ് വാല്യൂ പോലും കിട്ടിയില്ല, അങ്ങനത്തെ കണ്ടീഷൻ ആയി കാറിന്റെ. അതിന് അവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോ പറയാനുള്ള കാരണം ടോൾ ടാക്സിന് അടുത്ത ഈ സംഭവം സംഭവിച്ചത്. അവിടുത്തെ CCTVക്കകത്ത് ഞങ്ങളുടെ ആക്സിഡന്റ് റെക്കോർഡായി. അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ അറിഞ്ഞത്. പിന്നീട് എന്റെ ബ്രദറിനോട് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ ഡീറ്റെയിൽ അറിഞ്ഞത്. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചപ്പം അവിടെ ഞങ്ങളെ എന്നെയും എന്റെ ഹസ്ബൻഡിനെയും കാറെല്ലാം പൊട്ടിച്ച് കുഞ്ഞിനെയും കാറിന്റെ കഥവും ജെല്ലെല്ലാം പൊട്ടിച്ച് എടുത്ത് അവര് ആൾക്കാരെ ഞങ്ങളെ എടുത്ത് ഡിവൈഡറിൽ കൊണ്ട് കടത്തി. എന്റെ തല തൊട്ട് മൊത്തം ബ്ലഡിനകത്ത് കുളിച്ചിരിക്കുവായിരുന്നു. ഹസ്ബൻഡിനും നല്ല ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരനും അൺകോൺഷ്യസ് ആയിരുന്നു, ഞാനും അൺകോൺഷ്യസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞൻ ഞാൻ പറഞ്ഞ പോലെ 3-3.5 വയസ്സേ ഉള്ളായിരുന്നു കുഞ്ഞിന്. ആൾക്കാർ അവിടുന്ന് ചോദിച്ചു, പറഞ്ഞു മോലെ നിന്റെ റിലേറ്റീവ്സിന് ആരുടെയും മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞുതരാം. കുഞ്ഞിന് ആരുടെ നമ്പർ അറിയത്തില്ലെന്നും. അവര് എന്നിട്ട് ഹസ്ബൻഡ് മൊബൈൽ എടുത്തിട്ട് കുഞ്ഞിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് അൺലോക്ക് ചെയ്തിട്ടാ ഞങ്ങൾ നമ്പർ കോണ്ടാക്ട്സ് എന്തിനു എടുക്കട്ടെ. അതിന് കുഞ്ഞ് അത്രയും കുഞ്ഞായതിന്റെ പേര് അതും അറിയത്തില്ലെന്നും. പക്ഷെ അവിടെ വലിയൊരു അത്ഭുതം പിന്നെ നടന്നത്, അച്ചാച്ചൻ അൺകോൺഷ്യസ് കണ്ടീഷന്റെ ഇടയ്ക്ക് അച്ചാച്ചന്റെ മൊബൈൽ അൺലോക്ക് ചെയ്തിട്ട് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേരെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് ഇവരെ വിളിക്കുന്നു പറഞ്ഞു. അപ്പം പുള്ളിക്കാരനെ വിളിച്ച് ആംബുലൻസുകാർ പറഞ്ഞു ഇങ്ങനെ ഒരു ഫാമിലി ഇങ്ങനെ അപകടം പെട്ടു ആൻഡ് വെരി ക്രിട്ടിക്കൽ കണ്ടീഷൻ. അവര് അപ്പം എന്ത് ചെയ്യണം. അപ്പൊ എന്റെ മമ്മി പപ്പ ബ്രദർ എല്ലാം പറഞ്ഞു നിങ്ങൾ ഏറ്റവും അടുത്ത് നല്ല ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവര് അന്ന് ഞാൻ പറഞ്ഞ അടുത്ത ഒരു കാര്യം പറയാൻ, 1 ജനുവരിയില് മെഡിക്കൽ പ്രൊഫഷന് ഒരാളും ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ല. അവൾ 31st നൈറ്റ് അവൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ 1 ജാനുവരി എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടേഴ്സ് ആരും കാണത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അന്നത്തെ ദിവസം. അങ്ങനെ ആംബുലൻസ് ഡ്രൈവറൊക്കെ ഞങ്ങളുടെ പിന്നീട് പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാന്നു. ഞങ്ങൾ ഈ ഇത്രയും സീരിയസ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പം ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആണോ ഇല്ലയോ എന്തോ അറിയാം. അങ്ങനെ പറഞ്ഞ് അവർക്ക് പറഞ്ഞ് ഞങ്ങൾ എന്തായാലും കൊണ്ടുപോയെന്ന് പറഞ്ഞ അവിടത്തെ ദൈവാനുഗ്രഹത്താൽ ഏറ്റവും അത് അല്പം ഒരു കാര്യം ഞാൻ അടക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാഷണൽ ഹൈവേയിലെ നമുക്കറിയാം എക്സിറ്റ് ഒത്തിരി അടുത്തുള്ള എക്സിറ്റ് കാണത്തില്ല. 15-20 കിലോമീറ്റർ കഴിഞ്ഞ ഒരു എക്സിറ്റ് കാണത്തുള്ളൂ. ഞങ്ങളുടെ ആക്സിഡന്റ് സംഭവിച്ച ഒരു എക്സിറ്റിന്റെ അടുത്താണ് സംഭവിച്ചത്. അതിന്റെ പേര് പെട്ടെന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒത്തു. അങ്ങനെ ഒരു എക്സിഡന്റ് എടുത്ത് സംഭവിച്ച പേര് ഞങ്ങൾ നല്ലൊരു ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി അവരെ അഡ്മിറ്റ് ആക്കി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പം നമ്മള് ഒരു ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ എങ്ങനെ വാതിക്കല് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആംബുലൻസ് ചെന്നപ്പം ന്യൂറോ സർജൻ, ഓർത്തോപെഡിക് സർജൻ, ജനറൽ സർജൻ, ഫിസിഷ്യൻ, ഈ 4 ഡോക്ടേഴ്സ് അവിടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വാതിക്കൽ നിൽപ്പുണ്ടാന്ന്. അത് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞ ഞങ്ങൾക്കത് കണ്ടപ്പോ അത്ഭുതം തോന്നിയേ. ഇന്നത്തെ ഈ ജനുവരി 1 ഇത്രയും ഡോക്ടേഴ്സ് അവൈലബിൾ ആ, അവരും അത് വാദിക്കാൻ നിപ്പുണ്ട്. ഉടനെ തന്നെ അവര് എന്നെ പേഷ്യന്റ് ഞങ്ങൾ രണ്ടുപേരെ എനിക്ക് ആദ്യത്തെ വലിയ അത്ഭുതം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്ര അഡ്വേഴ്സ് കണ്ടീഷൻ ആയിട്ടും എന്റെ കുഞ്ഞിന് ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. ഹല്ലേലൂയ. കുഞ്ഞിനെ ദൈവം അത്ഭുതമായിട്ട് ഇതുപോലെ സ്വർഗദൂതങ്ങൾ വന്ന് കുഞ്ഞിനെ റീഡിങ്
കൊണ്ടുപോയി നമുക്ക് പറയാൻ ഒക്കും. ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞിന് ഒരു സ്ക്രാച്ച് പോലും അവന്റെ ബോഡിയിൽ വന്നിട്ടില്ല. അപ്പം തന്നെ ഇത്രയും ഞങ്ങള് രണ്ടുപേരും മൊത്തം ഇഞ്ചുവേർഡ് ആയി കിടക്കുക. ഡോക്ടേഴ്സ് വന്ന് ഹസ്ബൻഡിനെ എന്നെയും ചെക്ക് ചെയ്തു. എന്നെ നോക്കിയിട്ട് പറഞ്ഞു ദർ ഇസ് നോ സ്കോപ്പ്, ഒരിക്കലും ഒരു ഇതില്ല. അങ്ങനെ പറഞ്ഞ അവര് എന്നെ സൈഡിലോട്ട് ആക്കിയിട്ട് അച്ചാച്ച എന്റെ ഹസ്ബൻഡിന് ട്രീറ്റ്മെന്റ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡ് എല്ലാം ഹസ്ബൻഡ് കുറച്ച് ഇങ്ങനെ കോൺഷ്യസ് കണ്ടീഷനിൽ വന്നപ്പോ ഹസ്ബൻഡ് ചോദിച്ചു, എന്റെ വൈഫിനെ എന്താ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാത്തത്? അവര് പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ വൈഫിനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് കൺസേൺ വേണം. ബിക്കോസ് അവർ കണ്ടീഷൻ ഇസ് വെരി ക്രിട്ടിക്കൽ. കൺസേൺ ഇല്ലാതെ ഞങ്ങൾ അതിനെ മീനിങ് നിങ്ങൾ സൈൻ ചെയ്ത് തരാതെ ഞങ്ങൾ പുള്ളിക്കാരിയെ ട്രീറ്റ് ചെയ്യത്തില്ല. ബിക്കോസ് പുള്ളിക്കാരി ഏത് സമയത്ത് വേണമെങ്കിലും മരിക്കുമെന്ന്, അങ്ങനത്തെ ഒരു കണ്ടീഷനാ. അങ്ങനെ പറഞ്ഞപ്പം അവിടെ നിന്നെ ആംബുലൻസ് ഡ്രൈവർ ആദ്യം വിളിച്ച നമ്പറിൽ തന്നെ എന്റെ വീട്ടിലോട്ട് വിളിച്ചു. എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഹോസ്പിറ്റലുകാർ പറഞ്ഞു ആരെങ്കിലും വന്ന് സൈൻ ചെയ്ത് കൊടുക്കാതെ ഈ ലേഡിയുടെ ട്രീറ്റ്മെന്റ് അവർ ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ആനന്ദ് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെ ആരെ പരിചയമുണ്ടോന്ന് ആരുണ്ട്, അച്ഛനെ എന്നെയും ആരേക്കും പരിചയമുണ്ടോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനത്തെ കണ്ടീഷൻ ഞങ്ങൾ രണ്ടും അൺകോൺഷ്യസ് കണ്ടീഷനിൽ സീരിയസ് ആയിട്ട് കിടക്കുക. അപ്പൊ തന്നെ എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് എന്നെ അവൻ വിളിച്ചു. എന്റെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഉടനെ ആ ചെറുക്കൻ പറഞ്ഞു, എന്റെ ചേച്ചി അവിടെ പഠിക്കുന്നുണ്ട്, പുള്ളിക്കാരി അവിടെ ഹോസ്റ്റലിലാ താമസിക്കുന്നത്, അവർ മുസ്ലിം കൊച്ചാണ്. അത് ഞങ്ങൾ അതിനു മുമ്പേ ഒരിക്കലും ആ കൊച്ചിനെ കണ്ടിട്ടില്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ടും കണ്ടിട്ടില്ല. അപ്പം പറഞ്ഞു, ഞാൻ എന്റെ ചേച്ചിയെ വിളിച്ച് പറയാം, ചേച്ചി ഹോസ്പിറ്റലിലോട്ട് പോവാന്ന്. അങ്ങനെ ആ ചെറുക്കൻ പോയി എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് കൊച്ചിനെ വിളിച്ച് പറഞ്ഞു. ആ കൊച്ചു ഓടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അത് ഒരു മുസ്ലിം കൊച്ച. എന്നിട്ട് അത് പറഞ്ഞു, നിങ്ങള് എല്ലാം പേയ്മെന്റും എല്ലാത്തിനും ഞാൻ സൈൻ ചെയ്ത് തരാം, ഞാൻ എല്ലാം ചെയ്യാൻ റെഡിയാ, യു ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. അങ്ങനെ കൊച്ചു പറഞ്ഞു എല്ലാത്തിനും സൈൻ ചെയ്ത് കൊടുത്ത് എന്നിട്ട് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് അവർ ചെയ്തത് എല്ലാം സ്കാനിങ് എക്സ്റേ എല്ലാം എടുത്തപ്പം പറഞ്ഞു തല തൊട്ട് പുള്ളിക്കാരിക്ക് എല്ലാം ഒടിഞ്ഞു കിടക്കുവാന്ന്, ബ്രെയിൻ ഹാമറേജ് ഉണ്ടാന്ന്. എനിക്ക് എന്റെ സ്പൈനൽ കോഡില് 12 ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു, 14 റിബ്സ്, 14 വാരിയൽ എന്റെ ഫ്രാക്ചേർഡ് ആന്നു. അത് കാരണം എന്റെ ലങ്സും കൊളാപ്സ് ആയി. 14 വാരിയല് ഫ്രാക്ചർ ആയപ്പോ അത് അടിച്ച് കയറി ലങ്സിൽ. അതിന്റെ ലങ്സ് രണ്ടും കൊളാപ്സ് ആയി പോയി. അതിന് 2 ലങ്സിനകത്ത് ബ്ലഡ് കെട്ടി. അപ്പം എന്റെ ലങ്സ് അങ്ങനെ മൊത്തം എന്റെ സിവിയർ, എന്റെ കയ്യില് ഒടിവുണ്ടാന്നു, ഫുൾ വയറ്റിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നു, ഇൻറ്റെസ്റ്റൈൻ എല്ലാം ബ്ലീഡ് ആവുന്നു. അങ്ങനെ ഒരു സിവിയർ കണ്ടീഷൻ എന്റെ കണ്ടീഷൻ ആണ്. എന്നെ MRI ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു ഹർ കണ്ടീഷൻ ഇസ് വെരി പുവർ. ഡോക്ടേഴ്സ് എഴുതി തന്നു 48 hours കഴിഞ്ഞിട്ട് ഷി വിൽ ബി നോ മോർ. 48 മണിക്കൂർ കഴിഞ്ഞാൽ ഈ സ്ത്രീ രക്ഷപ്പെടത്തില്ലെന്ന്. അങ്ങനെ ആദ്യം അവർ 48 മണിക്കൂർ ആദ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ വെന്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ആക്കി. എന്റെ ബ്രെയിൻ ഹാമറേജുമായി എനിക്ക് എന്റെ ബ്ലീഡിങ്, വയർ മൊത്തം ബ്ലീഡ് ആവുക, എന്റെ ഫുൾ ബോഡി ബ്ലീഡിങ് ആ. അങ്ങനെ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിട്ട് എന്നെ വെന്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്റെ ഹസ്ബൻഡ് സെയിം ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടായി. അങ്ങനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടായി. എന്റെ പേരൻസ് എല്ലാം അവിടെ എത്തി. ആ സമയത്ത് ഞാൻ പോകുന്ന സഭയിലെ വിശ്വാസികളും പാസ്റ്ററും എല്ലാവരും അവിടെ എത്തി. അവരും ഈ വീണ അറിഞ്ഞ ഉടനെ എല്ലാവരും എത്തി അവിടെ. അപ്പം തന്നെ പറയാ IPCയിലെ ഗുജറാത്ത് പ്രസിഡന്റ് സഭ എടുത്ത പുള്ളിക്കാരൻ താമസം വീടും എടുത്തത് അവരും അറിഞ്ഞു. അവരും എല്ലാവരും ഓടി വന്നു. അങ്ങനെ എല്ലാവരും പരിചയമുള്ളവർ അറിഞ്ഞവരെല്ലാം പെട്ടെന്ന് വന്നു. നോക്കിയവൻ ഡോക്ടേഴ്സ് പറഞ്ഞു നോക്കി ഒരു സ്കോപ്പ് ഇല്ല, 48 hours കഴിയുമ്പം പുള്ളിക്കാരി മരിച്ചു പോകുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് അവര് എഴുതി തന്നു ഷി വിൽ ബി നോ മോർ. അങ്ങനെ എന്റെ പപ്പ പറഞ്ഞു അങ്ങനെ സംഭവിക്കുന്നില്ല. അച്ചാച്ചനോട് ഒന്നും പറയാൻ ഒക്കത്ത. അച്ചാച്ചൻ ഓൾറെഡി അച്ചാച്ചന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക.
അങ്ങനത്തെ കണ്ടീഷനില് എല്ലാ ദൈവമക്കളും ഓൾ ഓവർ വേൾഡില് സോഷ്യൽ മീഡിയന് എല്ലാ ആൾക്കാർക്കും മെസ്സേജ് പോയി, ഇങ്ങനെ ഒരു പാസ്റ്ററും കുടുംബവും അവിടെ എത്തി പെട്ട് അവരുടെ കണ്ടീഷൻ ഒത്തിരി ക്രിട്ടിക്കല്ല. എല്ലാവരും പ്രാർത്ഥന ഓർക്കണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ പരിചയമുള്ളവരും പരിചയം ഇല്ലാത്തവരും ഒത്തിരി ദൈവമക്കളെ ദൈവസന്നിധി എനിക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന എല്ലാം മറുപടിയായിട്ട് ദൈവം ഇന്ന് എന്നെ ഹല്ലേലൂയ ജീവനോട് ആക്കിയിരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം തന്ന ആ വാഗ്ദത്തം നിരോധിക്കുന്ന മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ പപ്പ ഇത് ഈ ഡോക്ടേഴ്സ് പറഞ്ഞ 48 മണിക്കൂർ കഴിഞ്ഞ് പുള്ളിക്കാരി ജീവനോട് ഇരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ പപ്പ അവിടെ പറഞ്ഞപ്പോ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്, മാഡമിന്റെ പപ്പ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, അതിന് ഒത്തിരി വാഗ്ദത്വമുള്ള കൊച്ചാ അത്. അങ്ങനെ പപ്പ വിശ്വാസത്തോടെ പറഞ്ഞു അതിനൊന്നും സംഭവിക്കത്തില്ല, വാഗ്ദത്വമുള്ള കൊച്ചാ അത്. അങ്ങനെ ഞാൻ പറഞ്ഞ ദൈവമക്കളെ, എന്നെ ഈ വ്യൂ ചെയ്യുന്ന ഈ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ സിറ്റുവേഷൻസ് ഭയങ്കര ക്രിട്ടിക്കൽ ആയിരിക്കും. ചിലപ്പം നമുക്ക് തോന്നത്തില്ല നമ്മള് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എങ്ങോട്ട് വെക്കണം, നെക്സ്റ്റ് റൈറ്റോ ലെഫ്റ്റോ ഫ്രണ്ടോ ബാക്കോ എവിടെ വെക്കണം നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. God who had called us is faithful to fulfill his purpose for us. ഹല്ലേലൂയ. നമ്മൾക്ക് ചിലപ്പോ അവിശ്വസത നമ്മൾ കാണിക്കും, പക്ഷെ ദൈവം ഒരിക്കലും നമ്മളോട് അവിശ്വസനാവില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ലിവിങ് ടെസ്റ്റിമണി ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണം അത് ദൈവം നമ്മളോട് ഫെയ്ത്ത്ഫുൾ ആയതിന്റെ പേര്. ഹല്ലേലൂയ. അങ്ങനെ സിറ്റുവേഷൻ ആയി എന്നെ വെന്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് എല്ലാം തുടങ്ങി. എന്റെ ബോഡിയിൽ ഒരു ഇംപ്രൂവ്മെന്റും വരുന്നില്ല. 48 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ മരിച്ചില്ല. അപ്പോഴും ഞാൻ വെന്റിലേറ്ററിൽ കണ്ടിന്യൂ അങ്ങനെ സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ്സ് ഒത്തിരി പുതിയ വേറെ വേറെ ഹോസ്പിറ്റലിൽ വലിയ സർജൻസ് ഡോക്ടേഴ്സ് എല്ലാം വരുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് നോക്കിയിട്ടും 78 അവേഴ്സ് അവര് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് 78 അവേഴ്സ് വരെ നോക്കാം, 78 അവേഴ്സ് വരെ ഇവിടെ ഒന്നും ആയില്ലെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പുള്ളിക്കാരിയെ ഷിഫ്റ്റ് ചെയ്താലേ ഒക്കത്തുള്ളൂ. അതിപ്പം പറഞ്ഞു, ഞാൻ എന്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞു, മമ്മി പപ്പയുടെ എല്ലാം പറഞ്ഞു, നിങ്ങള് എയർ ആംബുലൻസിന് വേണ്ടി അപ്ലൈ ചെയ്യും, എയർ ലിഫ്റ്റ് ചെയ്താലേ ഒക്കത്തുള്ളൂ, ബൈ റോഡ് പുള്ളിക്കാരിയെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അങ്ങനെ പറഞ്ഞു. അതിന് അങ്ങനെ എല്ലാം ആക്കാൻ ട്രൈ ചെയ്യുന്നതിനിടയ്ക്ക് പപ്പ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് എന്റെ മോനെ എങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഇത് പറഞ്ഞ ആഗ്രഹം. പപ്പ പറഞ്ഞു, അച്ഛൻ എന്റെ ഹസ്ബൻഡിന് ആ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കണ്ടീഷൻ പുള്ളിക്കാരനല്ലാന്ന്. പുള്ളിക്കാരൻ ഓൾറെഡി ഇഞ്ചേർഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യുവാന്ന്. അപ്പൊ എല്ലാം ദൈവം അത്ഭുതമായിട്ട് ഓരോ ഡിസിഷൻ എടുക്കാൻ എന്റെ പപ്പായെ ദൈവം ബലപ്പെടുത്തി. പപ്പ ഒത്തിരിയോട് തകർന്നിരിക്കും. പപ്പ എന്നോട് പിന്നീട് പറഞ്ഞ, മോനെ അവർ എന്തേലും ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലാവത്തില്ല, ഞാൻ എന്തോ അവർക്ക് ആൻസർ പറയണം. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കാൻ പോവാൻ പുള്ളിക്കാരൻ വയ്യാതെ ഞാൻ പുള്ളിക്കാരനുള്ള ഒരു കാര്യം എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഒക്കത്തില്ല. എന്നോട് ഡിസ്കസ് ചെയ്ത് എന്താ ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ എന്റെ ചേച്ചിയും ചേട്ടനും എല്ലാം ഉണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം പറയാം, ഞങ്ങൾക്ക് അറിയത്തില്ല ബ്ലെസ്സിങ്, ഞങ്ങൾ നെക്സ്റ്റ് ആൻസർ ഡോക്ടറോട് എന്തോ പറയണമെന്ന്, നിങ്ങൾ ചെയ്യോ നിങ്ങൾ ചെയ്യണ്ട എന്തോ പറയണം ഞങ്ങൾക്ക് അറിയത്തില്ല, അത്രയും ക്രിട്ടിക്കൽ നിന്റെ സിറ്റുവേഷൻ ആണ്. ഞങ്ങള് ദൈവത്തോട് പറയാം, ദൈവം തന്നെ ഇന്ന് പ്രവർത്തിക്കണം. പപ്പ അവൾ സ്ട്രോങ്ലി പറഞ്ഞു, ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങോട്ടും ഷിഫ്റ്റ് ആക്കാൻ പോകുന്നില്ല, ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഇരുന്ന് 70 അവേഴ്സ് കഴിഞ്ഞപ്പം ഡോക്ടർ വന്ന് പറഞ്ഞു പപ്പയുടെ, സർ നിങ്ങളെ മോക്ക് ഒരു ഇംപ്രൂവ്മെന്റ് ഇല്ല, പുള്ളിക്കാരുടെ ബോഡി ഒന്നും ഒരു മെഡിസിനും റെസ്പോൺസ് തരുന്നില്ല, അങ്ങനെ ഫുള്ളി ഹോപ്പ്ലെസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പം എന്റെ പേര് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആക്കാനുള്ള അറേഞ്ച്മെന്റ്സ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഡിസിഷൻ മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇല്ല സർ, നിങ്ങൾ പറഞ്ഞു 78 അവേഴ്സ്, 72 അവേഴ്സ്. ആ 72 അവേഴ്സ് ആവട്ടെ, 72 അവേഴ്സ് ആയി കഴിഞ്ഞിട്ടൊന്നും ആയില്ലെങ്കിൽ അപ്പം നിങ്ങൾ ഞങ്ങളെ ഒരു ഫോഴ്സ് ചെയ്ത് ഞങ്ങൾക്ക് നോക്കാം. 72 അവേഴ്സ് ആയില്ലല്ലോ.
അങ്ങനെ 70 hours കഴിഞ്ഞിട്ട് ഈ സംസാരം നടന്നത്. പപ്പ പറഞ്ഞില്ല 72 hours ആവും മുമ്പേ എന്റെ കുഞ്ഞ് കണ്ണു തുറക്കുമെന്ന്. അതുപോലെ ദൈവമക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നല്ല അത്ഭുതമായി 72 hours കംപ്ലീറ്റ് ആവും മുമ്പേ എന്റെ ബോഡി റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങി. എന്റെ വൈറ്റൽസ് എല്ലാം നോർമൽ ആവാൻ തുടങ്ങി. BP വരാൻ തുടങ്ങി. ഈ ബ്രീത്തിങ് റേറ്റ്സ് കിട്ടാൻ തുടങ്ങി. റെസ്പിറേറ്ററി റേറ്റ് നോർമൽ ആവാൻ തുടങ്ങി. അങ്ങനെ യൂറിൻ പാസ് ആവാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതമായിട്ട് റെസ്പോൺസ് എന്റെ ബോഡി തീരെ സീറോ കിടക്കുന്നത് ചത്ത് ജീവനുള്ള ശവം പോലെ കിടക്കുന്നത് പോലെ കണ്ടീഷന് അവിടുന്ന് ബോഡി റിക്കവർ ചെയ്യാൻ തുടങ്ങി. അത് ഒരു മെഡിക്കൽ സയൻസിനും ഒക്കാത്ത കാര്യം. അവർ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു മെഡിക്കൽ സയൻസ് സീറോ എന്ന് പറഞ്ഞു, നോ ഹോപ്പ് നോ സ്കോപ്പ് എന്ന് പറഞ്ഞെടുത്ത് അത്ഭുതമായിട്ട് എന്നോട് ഡോക്ടേഴ്സ് തന്നെ പറയും യു ആർ എ മെറക്കൽ റിക്കവറി, യു ആർ ദ ലേഡി ഹു ഹാസ് ഡൺ എ മെറക്കൽ റിക്കവറി. ഞങ്ങൾ ഇത്രയും വർഷം മെഡിസിനിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടു ഇങ്ങനത്തെ ഒരു കേസ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ശ്രമിക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്ക് തോന്നും അല്ല യോടുന്ന എങ്ങോട്ട് നമ്മളെ കവിഞ്ഞ് കുന്ന പോലെ പ്രശ്നങ്ങൾ നമ്മളെ മൂടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു ഹോപ്പ് ഇല്ല നമുക്ക് തോന്നുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവം അവിടെ അത്ഭുതമായിട്ട് നടത്തും. ഹല്ലേലൂയ. ഞാൻ കണ്ടിന്യൂ ചെയ്ത എന്റെ സാക്ഷ്യം അങ്ങനെ എന്റെ അത്ഭുതമായിട്ട് 72 hours ആവും മുമ്പേ ഞാൻ ബോധത്തിൽ കോൺഷ്യസ് ആയില്ല. പക്ഷെ എന്റെ ബോഡി വർക്കിംഗ് നോർമൽ വർക്കിംഗ് അതിന്റെ പേര് അവർ എന്നെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ICUല് ഷിഫ്റ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു മിനിമം 3 months ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. 3 months കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിന്തിക്കാം പുള്ളിക്കാരിക്ക് എപ്പോഴും ഡിസ്ചാർജ് കൊടുക്കണ്ടെന്ന്. അത്രയും പൂർ കണ്ടീഷൻ എന്റെ ഹെൽത്തിന്റെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്റെ ഹസ്ബൻഡിനോട് 5-ാം തീയതി ജനുവരി 5-ാം തീയതി ഹസ്ബൻഡിനെ ഡോക്ടേഴ്സ് വിസിറ്റിന് വന്ന് നോക്കിയിട്ട് പോകുമ്പോ പുള്ളിക്കാരൻ കൈ കയറി പിടിച്ച് ഡോക്ടറെ പ്ലീസ് ടെൽ മീ വാട്ട് അബൌട്ട് മൈ വൈഫ് ഹൗസ് എ കണ്ടീഷൻ. അങ്ങനെ പുള്ളിക്കാരൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോ ഡോക്ടർ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, യു ടേക്ക് കെയർ, വി ആർ ഡൂയിങ് അവർ ബെസ്റ്റ്. എന്നിട്ടും അച്ഛൻ അല്ല സർ പ്ലീസ് ടെൽ മീ വാട്ട്സ് എ കണ്ടീഷൻ. അങ്ങനെ പറഞ്ഞപ്പോ ആ ഡോക്ടർ അച്ഛന്റെ ബെഡിൽ ഇരുന്നിട്ട് പറഞ്ഞു there is no hope, we are trying our best but still no hope അങ്ങനെ പറഞ്ഞു. അപ്പം അവർക്ക് ഇതോ പേടിയുണ്ടാന്നെങ്കിൽ അച്ഛൻ എങ്ങനെ അത് മാനേജ് ചെയ്യും. പക്ഷെ ദൈവരംഗത്താൽ ദൈവം അത്ഭുതമായിട്ട് അച്ഛനെ ബലപ്പെടുത്തി. അപ്പൊ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു പോയപ്പം അച്ഛന്റെ മനസ്സിൽ ഭയങ്കര കാൽക്കുലേഷൻ തുടങ്ങി. ഇവള് മരിച്ചു പോയാ എനിക്ക് കേരളത്തിൽ ഇവളുടെ ബോഡി കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അച്ഛന്റെ പേരൻസ് രണ്ടുപേരും മമ്മി മാത്രമേ വിശ്വാസത്തിലുള്ളൂ, പപ്പ വിശ്വാസത്തിലല്ല, റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടില. പിന്നെ ഇവളുടെ ഡെഡ് ബോഡി എനിക്ക് കേരളത്തിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അപ്പൊ ഇവിടെ ഫ്യൂണറൽ ഇവിടെ നടത്തണം. എനിക്ക് ആരോഗ്യം വിളിക്കാം മൊത്തം നമ്മള് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ എന്റെ ഹസ്ബൻഡ് ബെഡിൽ കിടന്ന് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ദർശനം കണ്ടു. പുള്ളിക്കാരൻ ഒരു വലിയ വണ്ടിക്കകത്ത് മഞ്ഞുള്ള ഏരിയയിൽ നിന്ന് പോകുന്ന ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ എന്റെ ബോഡിയിൽ മഞ്ഞിന്റെ തണുപ്പ് അനുഭവിക്കാന്നുണ്ട്, എനിക്ക് ഫീൽ ആവുന്ന പോലെ 3D പിക്ചർ കാണുന്ന പോലെ ഞാൻ കണ്ടു. സോറി 3D പിക്ചർ കാണുന്ന പോലെ ഞാൻ കാണുവാന്നും ഇത് ഞാനൊരു ഓപ്പൺ ജീപ്പിനകത്ത് പോവാന്നും എന്റെ അടുത്ത് ആരെ ഇരിക്കുന്ന ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ശബ്ദം കേട്ടു. ഏഷ്യാന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 15 വാക്യം. ഹല്ലേലൂയ. അത് ബുക്ക് ഓഫ് ഏഷ്യ ചാപ്റ്റർ 11:15. അങ്ങനെ ആ വചനം കേട്ടപ്പോ അച്ഛൻ പറയാൻ നമ്മളെ എപ്പോഴും വായിക്കുന്ന വചനം അല്ലല്ലോ അത്. അത് എനിക്ക് ഓർമ്മയില്ലാത്ത വചനം. പക്ഷെ അച്ഛൻ എന്താ പറഞ്ഞ അത് ആ വാക്യം മൊത്തം എന്റെ ചെവിയില് ഒരു കൊച്ചു കുഞ്ഞിന്റെ ശബ്ദത്തിൽ കേൾക്കുന്ന അതുപോലെ ആ വചനം ഇങ്ങനെ വായിക്കാം. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. The Lord shall utterly destroy the tongue of the Egyptian sea, and with his mighty wind shall he shake his hand over the river, and shall smite it in the 7 streams, and make man go over there. അത് അവിടെ ഇങ്ങനെ വായിക്കുന്നത് ദൈവം അതിനെ വള്ളത്തിന് ചിതിരിച്ചെന്ന് ആൾക്കാർ നടന്നുപോയി
അവിടെ ചപ്പൽ പോലും നനഞ്ഞ് പിന്നെ വെള്ളത്തിന്റെ പാട് പോലും അവിടെ ചപ്പല് വന്നില്ല. അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ വായിക്കുന്ന മലയാളത്തിൽ. ആ വചനം കേട്ടപ്പോ അച്ഛനും പറഞ്ഞു, ദൈവമേ കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ വൈഫ് രക്ഷപ്പെടണം. അവള് ലൈഫ് ടൈം വീൽ ചെയറിൽ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു വൈഫ് എന്റെ അതിന്റെ കുഞ്ഞിന് ഒരു അമ്മയായിട്ട് അവള് ജീവിച്ചിരിക്കുന്ന ദൈവമേ. അപ്പം അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പം പിന്നെയും ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ എന്റെ പ്രജയെ നടത്തിയ പോലെ ഞാൻ നിങ്ങളെ നടത്തും. ഹല്ലേലൂയ. ഒരു പാട് പോലും ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും ഈ സിറ്റുവേഷന് വെളിയിൽ വരും. അപ്പൊ ഞാൻ പറയാം ദൈവമക്കളെ, അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, എന്റെ ഇവിടെ ഐബ്രോയുടെ മേലിൽ സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു, എന്റെ ചിരിയുടെ ഇവിടെ സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു, എന്റെ മൂക്ക് ഇവിടെ എല്ലാം നമുക്ക് അറിയാമല്ല സ്റ്റിച്ചസിന്റെ മാർക്സ് ഇത്ര പെട്ടെന്ന് പോകത്തില്ല. എന്ത് മരുന്ന് ഏത് ഓയിന്റ്മെന്റ് നല്ല ഓയിന്റ്മെന്റ് തേച്ചാലും ആ സ്റ്റിച്ച് മാർക്ക് പോകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇന്നിപ്പം എന്നെ വ്യൂ ചെയ്യാൻ ആൾക്കാർ കാണാൻ നല്ല എടുത്ത് കണ്ടാൽ എന്റെ ബോഡിയിൽ ഒരു മാർക്കില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു ഞാൻ ചെറുപ്പം നനയാതെ നിങ്ങളെ അക്കരെ കടത്തുവെന്ന് ദൈവം പറഞ്ഞു. അതുപോലെ ദൈവം പറഞ്ഞു നിങ്ങൾ ഒരു പാടില്ലാതെ ഈ പ്രതിസന്ധിയെ വെളിയിറങ്ങുമെന്നും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞ ആഗ്രഹിക്കുന്നു, അല്ല ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അത് ദൈവം നമ്മുടെ ജീവിതത്തെ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിന്തിക്കാം പുള്ളിക്കാർക്ക് എപ്പോഴാണ് ഡിസ്ചാർജ് കൊടുക്കണ്ടെന്ന്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ജനുവരി 24 ഡിസ്ചാർജ് ആയി ഞാൻ വീട്ടിൽ വന്നു. ജനുവരി 1 ഞാൻ എന്റെ ആക്സിഡന്റ് ആയി. 24 ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ 9 മാസം വരെ അൺകോൺഷ്യസ് കണ്ടീഷന് പറയുന്ന പോലെ ഞാൻ ലിവിങ് ഡെഡ് ആയിട്ട് ജീവിച്ചു. ജീവനോടുണ്ട്, പക്ഷെ ശവം പോലെ ഇരിക്കുവാന്ന്. അങ്ങനത്തെ കണ്ടീഷനാണ് എന്റെ. അത്ര സിവിയർ. ഡോക്ടേഴ്സ് പറഞ്ഞു ഇവളെ ഒരിക്കലും എണ്ണീച്ച് തന്നെ നടക്കത്തില്ല. അത് പക്ഷെ നടന്നാലും ആരെങ്കിലും പിടിച്ചു നടത്തണം, അല്ലെങ്കിൽ ആരും അവളെ കഴിപ്പിക്കുന്ന എല്ലാം വേറെ ഒരാള് ചെയ്യണം, ഇവള് തന്നെ ഒരിക്കലും എണ്ണിക്കത്തില്ലെന്ന്. അങ്ങനെ ഒരു കണ്ടീഷനില ഒരിക്കലും അവള് നോർമലായിട്ട് ശ്വാസം എടുക്കുന്ന അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഡിസ്ചാർജ് 24 ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അവിടുത്തെ ന്യൂറോ സർജൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ മാർവലസ് റിക്കവറി. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഡൺ ബൈ ദ ഡിവൈൻ ഓൾമൈറ്റി ഗോഡ്. അവർ അന്യജാതികാർ തന്നെ പറഞ്ഞു നിങ്ങളെ ദൈവമായി ഇത് പ്രവർത്തിച്ചെന്ന്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സമയങ്ങള് നമുക്ക് തോന്നുന്നു ഫുൾ സ്റ്റോപ്പ് ആണ്. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇവരുടെ ലൈഫ് ഫുൾ സ്റ്റോപ്പ് ആണ്, ഇവളുടെ ലൈഫ് ഇനി മുമ്പോട്ടില്ല. ആ ഫുൾ സ്റ്റോപ്പിനെ ദൈവം ഒരു കോമയാക്കിയിട്ട് പുതിയ ചാപ്റ്റർ എന്റെ ലൈഫിൽ തന്നു. ഹല്ലേലൂയ. ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് പ്രതിസന്ധി കൂടെ പോയാൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് നിങ്ങൾക്ക് തോന്നുക ഇനി നോ സ്കോപ്പ്, ഇനി മുമ്പോട്ട് ഒരു ജീവിതം എനിക്കില്ല. ആ ഒരു ഫുൾ സ്റ്റോപ്പ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഫുൾ സ്റ്റോപ്പിനെ ദൈവം മാറ്റാൻ ശക്തനാ. ഫുൾ സ്റ്റോപ്പിനെ മാറ്റിയെടുക്കും. പുതിയ ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ ദൈവം ശക്തനാ. അതിനെ ലീവിങ് ടെസ്റ്റിമണിയാ ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ എന്നെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് ബ്രീതിങ് ഇഷ്യൂസ് കാരണം എന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ അവർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞു ഒത്തിരി ബുദ്ധിമുട്ടാ, പുള്ളിക്കാരി ഏത് സമയത്താ നോർമൽ കണ്ടീഷനിൽ വരുന്നതെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് അവര് ഇനി പറഞ്ഞ ടോട്ടലി എന്നെ റിജക്റ്റഡ് പീസ് ആയിട്ട് അവർ മാറ്റി കളഞ്ഞു എന്നെ. പക്ഷെ മക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ബൈ ഗോഡ്സ് ഗ്രേസ് ആഫ്റ്റർ 9 to 10 months ഹല്ലേലൂയ എന്റെ ബോഡി ഫങ്ഷൻ നോർമൽ ആയി. ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം അറൌണ്ട് 11 months കഴിഞ്ഞപ്പോ സാർ എന്റെ ഹസ്ബൻഡ് വീട്ടിൽ ഇല്ലാന്നു. അത് ഞാൻ അറിയാതെ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് വയ്യ, എനിക്ക് കടന്ന് എന്റെ പുറമെല്ലാം പൊട്ടി അങ്ങനെ കണ്ടിന്യൂസ് കടന്നതിന്റെ പേര് അങ്ങനൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകണം ഒന്നും മനസ്സിലാവും. ഒരു 10-11 months കടന്നു കഴിഞ്ഞപ്പം എന്റെ ബാക്ക് എല്ലാം ഇഞ്ചുറീസ് ആയെല്ലാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചതാണ്. ഞാൻ തന്നെ എന്നെ വിളിച്ചിട്ട് ആരും വീട്ടിൽ ഇല്ലാന്ന്. ആ സമയത്ത് എനിക്ക് വാഷ്റൂമിലോട്ട് പോണാന്ന്, ആരും ഇല്ലാത്തതിന്റെ പേര് ഞാൻ പറഞ്ഞു ഇനി വീണട്ടെ, എന്ത് സംഭവിക്കട്ടെ, ഞാൻ മരിക്കട്ടെ. അങ്ങനെ ചിന്തിച്ച് മരിഞ്ഞായി പറഞ്ഞു ഞാൻ എന്റെ കാല് എണ്ണിച്ച് നിന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്റെ മരണം ആയിരിക്കും. നമുക്ക് തോന്നി നമ്മളൊരു സ്റ്റെപ്പ് എടുക്കാൻ പോകും,
പക്ഷെ അവിടെ ദൈവം നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മളെ ഉയർത്തി നടത്തും. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് നോക്കുമ്പോ എനിക്ക് ഒരിക്കലും എന്റെ കാലം നിൽക്കാൻ ഒക്കത്തില്ല. അവര് പറഞ്ഞ ഇവള് നടന്നാലും സ്ട്രെച്ചർ വെച്ചേ നടക്കത്തുള്ളൂ. ദൈവമക്കളെ, ഞാൻ നടക്കാൻ തുടങ്ങിയത് ഒരു സ്ട്രെച്ചറിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു വർഷം ആവുന്ന മുമ്പേ ഞാൻ നടക്കാൻ തുടങ്ങി. ഒരു വർഷം പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ശ്വാസം മുട്ടലും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ സമയത്ത് ഈ ഇവിടെ റെയിനി സീസൺ ആവുമ്പോ ഹ്യൂമിഡിറ്റി കൂടുമ്പം എനിക്ക് നല്ല ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ കാരണം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്റെ ലങ്സ് കൊലാപ്സ് ആയി. 14 വാരിയില് ഫ്രാക്ചർ ആയതിന്റെ പേര് 2 ലങ്സും കൊളാപ്സ് ആയി. ലങ്സ് 2 വർഷം കിഴിച്ചിട്ട് അവിടെ ബ്ലഡ് വലിച്ചെടുത്തു. 3.5 ലിറ്റർ ബ്ലഡ് വലിച്ചെടുത്തത് 2 ലങ്സും കിഴിച്ചു. അപ്പൊ അത് അങ്ങനെ അതിന്റെ പേര് ഡോക്ടേഴ്സ് അന്നേ പറഞ്ഞു, പുള്ളിക്കാരിക്ക് ബ്രീതിങ് ഇഷ്യൂ ലൈഫ് ടൈം കാണും, ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ട് കാണും. എസ്പെഷ്യലി ഹ്യൂമിഡ് ക്ലൈമറ്റ് ആകുമ്പോ ഇങ്ങനെ ഒത്തിരി ഹ്യൂമിഡിറ്റി കൂടുമ്പോത്തിന് ഇങ്ങനെ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുമെന്ന്. അതിന്റെ അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഞാൻ സഫർ ചെയ്യും. ഞാൻ പറയാൻ ഇതെല്ലാം ഇത്രയും ഡീപ്ലി പറയാനുള്ള കാരണം ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഭയങ്കര ടഫായിട്ട് തോന്നിയാലും ദൈവം അവിടെ അത്ഭുതമായിട്ട് നമ്മളെ നടത്തും. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന സിറ്റുവേഷന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ബ്രെയിൻ ഹാംറേജ് ആയെന്നും. ന്യൂറോ സർജൻ പറഞ്ഞു, മിനിമം 3 to 4 years you have to take the medicine. ന്യൂറോളജിക്കൽ മെഡിസിൻസാ. അത് മെഡിസിൻസ് 3-4 വർഷം എടുക്കാതെ ഒക്കത്തില്ല. 3-4 വർഷം ആ മെഡിസിൻ നിങ്ങളുടെ ബോഡിയിൽ പോയിരിക്കണം. ആ മെഡിസിൻ നിങ്ങൾ നടത്തിയ നിങ്ങൾ പാരലൈസ് ആയി പോകും, അല്ലെങ്കിൽ ഫുൾ ടൈം ബെഡിലായി പോകുന്നു. അങ്ങനെ പറഞ്ഞു മെഡിസിൻ അങ്ങനെ എല്ലാ മാസം ഡോക്ടേഴ്സിനെ പോയി കണ്ട് അങ്ങനെ ഫോളോ മെഡിസിൻ എടുത്തോണ്ടിരിക്കുവാന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ജനുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഒരു മാസം. ഏപ്രിൽ മാസത്തെ എന്റെ ഹസ്ബൻഡ് ബഹ്റൈനിൽ മീറ്റിംഗിന് പോയിക്കുവാന്നു. എന്റെ മമ്മി പപ്പയ്ക്കും ബ്രദറിന്റെ ഒരു അർജന്റ് ഇഷ്യൂ വന്നപ്പോ മമ്മി പപ്പയും അവരുടെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഞാനും എന്റെ കുഞ്ഞും ഞങ്ങളുടെ വീട്ടില് വേലക്കാരിയാണ്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരി ഞാനും കുഞ്ഞും തന്നെ ഉള്ളു. അങ്ങനെ ഞാൻ കടന്നപ്പം ഈ ഡോക്ടേഴ്സ് എല്ലാം അച്ഛനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി, ഇവളുടെ മെഡിക്കൽ ഹിസ്റ്ററിയിലെ ഫയൽ ഒന്നും ഇവളെ കാണിക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ പുള്ളിക്കാരി ഡോക്ടർ ആയതിന്റെ പേര് പുള്ളിക്കാരി മെഡിക്കൽ ടേംസ് എല്ലാം മനസ്സിലാക്കും. അത് കണ്ട പുള്ളിക്കാരിക്ക് അടുത്തൊരു ഷോക്ക് ആവും. ഷോക്ക് ആയ ഹാംറേജ് ആയ രക്ഷപ്പെടത്തില്ല. അങ്ങനെ പേര് അത് കാരണം എന്നെ ഒരു ഫയലും ഞാൻ ഒത്തിരി ചോദിച്ചു, എനിക്ക് എന്റെ ഫയൽ കാണണം, എന്നെ കാണിച്ചിട്ടില്ല. പക്ഷെ വീട്ടിൽ ആരും ഇല്ലാന്ന്. അപ്പൊ ഞാൻ ആ ഫയലെല്ലാം എടുത്ത് നോക്കി. എല്ലാം നോക്കിയപ്പോ ഞാൻ വായിച്ചു മെഡിക്കൽ സയൻസ് അക്കോർഡിംഗ് ടു മെഡിക്കൽ സയൻസ്. എന്റെ വായിന്ന് ഈ വാക്യ വന്നത്, ഐ എം ഗുഡ് ഫോർ നത്തിങ്. അങ്ങനത്തെ ഒരു വാക്ക് എന്റെ ജീവിതം വായിന്ന് വന്നു. എന്നിട്ട് എന്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞത് പിന്നീട്, മമ്മ ഇത്രയും യു സ്റ്റാർട്ടഡ് ക്രൈങ് ലൈക്ക് എനിത്തിങ്. ഒത്തിരി മമ്മ കരയാൻ തുടങ്ങി. അപ്പം ഞാനിപ്പോ ഞാൻ ഇനി ജീവനോട് ഇരുന്നിട്ട് എന്തോ ചെയ്യും? എനിക്ക് ജോലി ചെയ്യാൻ ഒക്കത്തില്ല, എനിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാൻ ഒക്കുന്നില്ല. ഞാൻ എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ. അന്നത്തെ ബ്രെയിൻ ഹാംറേജ് ആയതിന്റെ കാരണം ഡോക്ടേഴ്സ് മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞേക്ക് ഇവിടെ പഴയ ഓർമ്മയൊന്നും ഒരിക്കലും പാസ്റ്റ് ഹിസ്റ്ററി ഒന്നും ഇവക്ക് അറിയില്ല. ഇൻ ഫ്യൂച്ചറും അവർക്ക് ഡിസിഷൻ ഒന്നും എടുക്കാൻ അതും ഒക്കത്തില്ല. അവർക്ക് തന്നെ സംസാരിക്കാൻ ഒക്കത്തില്ല. അവിടെ ഫ്ലുവൻസി മീനിങ് നല്ലതായിട്ട് ക്ലാരിറ്റി വരത്തില്ല അവിടെ സ്പീച്ചിന്. അങ്ങനെ കുറെ കാര്യങ്ങളുടെ ബോഡിയിലെ വീക്ക്നെസ് മാത്രം. അവർക്ക് നേരെ ഇരിക്കാൻ ഒക്കത്തില്ല. സ്പൈനൽ കോഡ് ഫ്രാക്ചർ, ഞാൻ പറഞ്ഞ 12 ഫ്രാക്ചേഴ്സ് ഉണ്ടെന്നും. അത് കാരണം അവർക്ക് നേരെ ഇരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ മെഡിക്കൽ സയൻസ് ഫുൾ എന്റെ ബോഡി നെഗറ്റിവിറ്റി മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഗുഡ് ഫോർ നത്തിങ്. അങ്ങനെ ദൈവസന്നിധി ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ കടക്കുക. ഞാൻ എണ്ണിച്ചോണ്ട് ഇരിക്കാൻ ഒക്കത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എണ്ണിച്ചിരിക്കില്ലെന്ന്. അങ്ങനെ മൊത്തം ബോഡി എല്ലാം കെട്ടി വെച്ചെന്റെ പേര്. അങ്ങനെ ഞാൻ കടന്നുകൊണ്ട് ഞാൻ പറഞ്ഞ, യേശുപ്പച്ച എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, യേശുപ്പച്ച അറിയാതെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ കൊച്ചിലെ തൊട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്നെ അത്ഭുതമായിട്ട് ഇപ്പൊ നടത്തിയതല്ല. ഞാൻ ഇത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് 5 വയസ്സുള്ളപ്പം എനിക്ക് പോളിയോ മലൈറ്റീസ് പറഞ്ഞ അസുഖം വന്നതാ.
പോളിയോ മലൈറ്റിസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പോളിയോ വന്നു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ കാല് തകർന്നു പോകും. അങ്ങനെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞതാ, ഇനി ഈ കൊച്ചു ഒരിക്കലും എണ്ണിച്ച് നിൽക്കത്തില്ല, അവളൊരു ഹാൻഡിക്യാപ്പായിട്ട് നിൽക്കുക. അപ്പോഴും എന്റെ പപ്പയും മമ്മിയും ഉപസിച്ച് പ്രാർത്ഥിച്ചു. 15ാമത്തെ ദിവസം ആയപ്പോ ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പൊ ആ ചൈൽഡ് ഞാൻ ഒരു ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞാൻ കാണാൻ പോയ പീഡിയാട്രിഷ്യനെ കാണാൻ പോയ പുള്ളിക്കാരൻ പറഞ്ഞ, യു ആർ എ മിറക്കൽ, നീ ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഈ ആക്സിഡന്റ് കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരൻ എന്നോട് ഏതാ പറഞ്ഞ, സെക്കൻഡ് ടൈം ഗോഡ് ഹാസ് ഡൺ എ മിറക്കൽ ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ ആഗ്രഹിക്കും ദൈവമക്കളെ, ഞാൻ ദൈവത്തോടൊപ്പം, ദൈവമേ 5 വയസ്സുള്ളപ്പം ദൈവം എനിക്ക് പുതിയ ജീവൻ തന്നെയാ. ആൾക്കാരെ പറഞ്ഞ് ഇവള് ഹാൻഡിക്യാപ്പായിട്ട് ജീവിക്കും, കാരണം അവർക്ക് നടക്കാൻ ഒക്കത്തില്ല, അങ്ങനൊക്കെ പറയും. അവിടുന്ന് ദൈവം എന്നെ എണ്ണീപ്പിച്ച് നടത്തി. ഞാൻ പറയാൻ ആഗ്രഹിക്കും മക്കളെ, ദൈവമക്കളെ, എന്റെ പോളിയോ മലൈറ്റിസ് വന്ന കാലം ആർക്കും പറയാൻ ഒക്കെ. അതിന്റെ ഒരു പ്രൂഫ് ഞാൻ പറയാം. ഞാൻ എന്റെ സ്കൂളിലെ സ്പോർട്സ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. അതുപോലെ ദൈവം എന്നെ ഞാൻ അതൊക്കെ ദൈവത്തെ സന്നിധി, ദൈവം എന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു. ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ കടന്ന് സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തെ. അത് അങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞപ്പം ഞാൻ ആദ്യം പറഞ്ഞ ദൈവമക്കളെ, ഞാനൊരു ഹ്യൂമൻ ബീങ് ആയപ്പോ ഞാൻ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ നിരാശപ്പെട്ട് കരഞ്ഞു. ഞാൻ ഗുഡ് ഫോർ നത്തിങ്. പക്ഷെ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പം ഒരു അത്ഭുത ശക്തി എനിക്ക് അനുഭവിക്കാൻ കേട്ടി. ഹല്ലേലൂയ. അത് അങ്ങനെ ഇന്ന സമയത്ത് ഞാൻ ദൈവശബ്ദം കേട്ടു, മോളെ നീ എന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ അപ്പൊ ഞാൻ യേശുപ്പച്ച, എനിക്ക് എണ്ണിച്ചിരിക്കാൻ പോലും വയ്യ, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ എങ്ങനെ ഉപസിക്കും. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു. അപ്പോഴേ ദൈവം പറഞ്ഞു, ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം ആ വചനം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഐ ആം ദ ഗോഡ് ഓഫ് ഓൾ ഫ്ലെഷ്, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ മീ. അങ്ങനെ ദൈവനോട് ചോദിച്ചു, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ദൈവം ആ വചനം എന്നോട് ചോദിച്ചപ്പം ഞാൻ എല്ലാ യേശുപ്പച്ച, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെ ആ ദൈവം ആ ശബ്ദം കേട്ടിട്ട് ഞാൻ ഒരു ഡോക്ടറിനെ കാണാൻ പോയില്ല. ഞാൻ എന്റെ പേരൻസിനോടും പറഞ്ഞില്ല, എന്റെ ഹസ്ബൻഡിനോടും ആരോടും പറയാതെ ഞാൻ എല്ലാം മെഡിസിൻ നടത്തിയിട്ട് 40 ദിവസം ഞാൻ ഉപവാസമായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞ ഇവക്ക് ഒരു ദിവസം പോലും മെഡിസിൻ ഇല്ല, ജീവിക്കാൻ ഒക്കത്തില്ല പറഞ്ഞ. ഞാൻ എല്ലാ മെഡിസിൻ നടത്തിയിട്ട് 40 ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ചു. ആ 40 ദിവസം ഉപവസിച്ച സമയത്ത് ദൈവം അത്ഭുതമായിട്ട് എന്നോട് സംസാരിച്ചു. അപ്പം ദൈവം സംസാരിച്ച ഒരു കാര്യം ഞാൻ ദൈവമക്കളെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗോൾഡ് ആകുമ്പോ അത് ദൈവം ഗോൾഡ് ആദ്യം റോ മെറ്റല്ല. ആ മെറ്റൽ തീ കൂടെ പോകുന്ന മുമ്പേ അത് സിമ്പിൾ മെറ്റല്ല. പക്ഷെ ആ തീ കൂടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ ഫയർ ഓഫ് ഫർണസ് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ശുദ്ധത എല്ലാം ആയിക്കഴിഞ്ഞാൽ അതൊരു ഗോൾഡ് ആവുന്നത്. അപ്പം ദൈവാത്മ എന്നോട് സംസാരിച്ചു, മോളെ നീ ഇപ്പം ഫയർ ഓഫ് ഫർണസുകൾ പോയിക്കൊണ്ടിരിക്കുക. ഇൻ കമ്മിങ് ഡേയ്സ് യു ആർ ഗോയിങ് ടു ഷൈൻ ലൈക്ക് ഗോൾഡ് ഫോർ മൈ നെയിം സേക്ക്. അതായത് നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവാന്ന് ദൈവാത്മ എന്നോട് സംസാരിച്ചു. അത് കേട്ടതല്ല, എനിക്ക് ഭയങ്കര ഒരു അത്ഭുത സാമർത്ഥ്യ ശക്തിയും സന്തോഷം വന്നേ. ദൈവം ഇത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ ദൈവ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കുതിച്ചെണ്ണിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞ, ഇരുന്ന എന്റെ ബാക്കിൽ ഇത്ര ഇഞ്ചുറീസ് ആയതിന്റെ കാരണം ഒത്തിരി ഡാമേജസ് വരും. ഞാൻ ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ യേശുപ്പച്ച ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പം അത്ഭുതമായിട്ട് ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ അത്ഭുതമായിട്ട് യൂസ് ചെയ്യാൻ പോവാ. നീ അറിയാത്ത പ്രജകളുടെ ഇടയ്ക്ക് എന്റെ വചനം നീ പറയുന്നു. അപ്പൊ ഞാൻ യേശുപ്പച്ച, എനിക്ക് ട്രാവൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ എങ്ങനെ ദൈവവചനം പറയാൻ പോകും? അങ്ങനെ നമ്മുടെ മനുഷ്യ ബുദ്ധിയുടെ ലിമിറ്റേഷൻ അനുസരിച്ച് നമ്മൾ അങ്ങനെ ജീവിക്കും ഓർക്കെങ്കിലും. പക്ഷെ ദൈവം പറഞ്ഞ വാക്ക് ദൈവം നിവർത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവാനുഗ്രഹത്താല് ഞാൻ സൂം മീറ്റിംഗിലെ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ഞാൻ ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, മലയാളം 4 ഭാഷയിൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ആ 4 ഭാഷ പ്രസംഗിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ഒഡീസ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ പ്രസംഗിച്ചു. അപ്പൊ അവിടുത്തെ ഒരു സിസ്റ്റർ എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു. ആസാമിൽ പ്രസംഗിച്ചു, അവിടെ ആസാമീസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞാന്ന്, നീ അറിയാത്ത ഭാഷകൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നതോടെ നീ ദൈവവചനം പറയാന്നു. ആ ദൈവം, ഞാൻ പറയുന്നത് ദൈവമക്കളെ, ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞ ഒരു പോയിന്റും മിസ്റ്റേക്ക് ആവാതെ നമ്മുടെ ലൈഫിൽ ആസ് ഇറ്റ് ഈസ് ഫുൾഫിൽ ആവും. ഹല്ലേലൂയ.
ഞാൻ അങ്ങനെ ദൈവജന്മ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവ കൃപയാൽ ദൈവലേക്ക് ദൈവം നല്ലതായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മീറ്റിംഗ് എന്നെ വിളിച്ചപ്പോ, സൂം മീറ്റിംഗിലാണ് എന്നെ വിളിച്ചത്. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. അവിടെ വേറെ പാസ്റ്റർ ഉണ്ട്. പാസ്റ്റർ സിസ്റ്റർ ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ പാസ്റ്റർ കുഴപ്പമില്ല. അങ്ങനെ പാസ്റ്റർ ദൈവജനം സംസാരിച്ചപ്പോ ആ ദൈവജനം എന്നോട് സംസാരിച്ചു. അന്ന് ആ പാസ്റ്റർ എന്നോട് പ്രവചിച്ചു, ദൈവം ബ്ലെസ്സി സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്നിട്ടും ബ്ലെസ്സി സിസ്റ്റർ ഇപ്പോഴും അത് എന്താ പറയാ ഇത് ഉൾക്കണം. ദൈവം എന്താ എന്റെ ലൈഫില് ഇത് വന്നത്, അതിന്റെ കാരണം ഇപ്പോഴും ചേച്ചി സിസ്റ്റർ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഞാൻ എങ്ങനെ ക്രമിപ്പെടണേ, ദൈവം എന്നോട് പറയാ സംസാരിക്കണം. ദൈവാത്മാ പറയുന്ന ഹല്ലേലൂയ, ഇനിയും ഉള്ള ജീവിതം സിസ്റ്റർ ദൈവത്തിന് വേണ്ടിയുള്ള ജീവിക്കണം, ഈ ലോകത്തിലെ ജോലിക്ക് പോവല്ലെന്ന്. അങ്ങനെ ശക്തിയായിട്ട് പുള്ളിക്കാരൻ എന്നോട് പ്രവചിച്ചു. അതോടെ ഞാൻ ആ ദൈവവചനത്തിലൂടെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി എന്റെ ലൈഫിനെ കമ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ജോബ് ഓഫേഴ്സ് കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തോടെ എടുത്ത തീരുമാനം, ഞാൻ ഒരു മനുഷ്യനോട് എടുത്ത തീരുമാനം അല്ല, ദൈവത്തോടെ എടുത്ത തീരുമാന. ഹല്ലേലൂയ, ഞാൻ ഒരിക്കലും ഇനിയും ഈ ലോകത്തിലെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. ഞാൻ പറയാൻ ദൈവമക്കളെ, കൊച്ചു ഹോസ്പിറ്റൽ, നല്ല ഹോസ്പിറ്റൽ, സ്റ്റെർലിംഗും ജൈഡസ് അങ്ങനെ നല്ല പേര് കേട്ട ഹോസ്പിറ്റൽസിന് ഓഫർ വന്നു. ഇതുവരെ ചില ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന സാലറി നിങ്ങൾ പാക്കേജ് തരാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, ഐ വിൽ നോട്ട് കം. അങ്ങനെ പറഞ്ഞ് ഞാൻ എടുത്തിട്ട് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ദൈവം അനുഗ്രഹത്താൽ ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് കമ്മിറ്റ് ചെയ്തേക്കുക. എന്നിട്ട് ദൈവ അനുഗ്രഹത്താൽ അങ്ങനെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഞാൻ കമ്മിറ്റ്മെന്റ് എടുത്തപ്പം ദൈവം അത്ഭുതമായിട്ട് നടത്തി. ഞങ്ങള് ആദിവാസി ഗ്രാമങ്ങളിൽ പോകുന്നുണ്ട് ദൈവ വേല ചെയ്യാൻ വേണ്ടി. അവിടെ എല്ലായിടത്തും ദൈവം അത്ഭുതമായിട്ട് എന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലായിടത്തും അച്ഛൻ മലയാളത്തിൽ പ്രസംഗിച്ചാൽ ഞാൻ അച്ഛനെ ട്രാൻസ്ലേറ്ററാണ്, ഞാൻ ഗുജറാത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഇതെല്ലാം എന്തിനാ ഇത്രയും കൊച്ചു കൊച്ചായിട്ട് മൈനറായിട്ട് പറയുന്ന കാര്യം, ദൈവം നമ്മളെ ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ ചെയ്ത് ദൈവം പറയാ, ഞാൻ നിന്നെ യൂസ് ചെയ്യും, ഞാൻ നിന്നെ ഇങ്ങനെ ആക്കുമെന്ന് ദൈവം പറഞ്ഞ അത് ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു നീ തന്നെ നടക്കത്തില്ല. പക്ഷെ ഞങ്ങളിപ്പം പോകുന്ന ഗ്രാമങ്ങള് 300 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഞാൻ ആദിവാസി ഗ്രാമങ്ങൾ ഇപ്പം പോകുന്നത്. അത്ര യാത്ര കഴിഞ്ഞാൽ എന്റെ ബോഡിക്ക് പ്രോബ്ലമോ അങ്ങനെ വേദനകൾ എന്തെങ്കിലും വന്നാലും പക്ഷെ അത് സഹിക്കാൻ ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. അത്ഭുതമായിട്ട് ദൈവം ആ ഗ്രാമങ്ങളിൽ പോയി ദൈവവേല ചെയ്യാൻ ദൈവം കൃപ നൽകി. കുടുംബമായിട്ട് ഞങ്ങൾക്ക് ദൈവവേല ചെയ്യാൻ കൃപ നൽകി. അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ത്രെറ്റനിങ് കോൾ കിട്ടി, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഏത് സമയത്ത് അങ്ങനെ കിട്ടിയത്. പക്ഷെ അവിടെയും ദൈവം അത്ഭുതമായിട്ട് ഞങ്ങൾ രക്ഷിച്ചു. ഹല്ലേലൂയ. എന്ന് ഞാൻ പറഞ്ഞ ആഗ്രഹിക്കും, മീകാട പുസ്തകം 7-ാം അധ്യായന്റെ 7 തൊട്ട് 11 വരെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ ഒക്കുമല്ലോ. ഹല്ലേലൂയ. ഞാനിപ്പോ അത് മൊത്തം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അതിന്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തന്നെ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരു സ്കോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് ഹോപ്പ് അഡ്മിറ്റ്സ് ഡെസ്പെയർ. ഹല്ലേലൂയ. നമുക്ക് തോന്നിയ ഒക്കത്തില്ല, നോ സ്കോപ്പ്, ഒന്നുമില്ല. പക്ഷെ അതിന്റെ അകത്ത് ദൈവം നമുക്കൊരു ഹോപ്പ് തരുന്നുണ്ട്. ഒരു ആശ തരുന്നുണ്ട്, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന്. ഹല്ലേലൂയ. നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിന്റെ ഉള്ള പ്രോബ്ലംസ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോയാ ദൈവമക്കളെ നിങ്ങൾ അവിടെ പെട്ടുപോകും. പക്ഷെ ആ വേദനയുടെ നടക്ക് നിങ്ങൾ ദൈവത്തെ ഫോക്കസ് ചെയ്യും. അല്ലെ, ഫോക്കസ് ഓൺ ഗോഡ്, not on your problems. Hallelujah. When you focus on God, when നിങ്ങൾ ദൈവത്തെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോ ദൈവത്തെ വിശ്വസിച്ച ദൈവം എന്നെ വിളിച്ച ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം ശക്തനാണ്. നിങ്ങൾ വിശ്വസിച്ച ദൈവമക്കളെ ഞാൻ പറഞ്ഞ ആഗ്രഹിക്കുക, അത്ഭുതമായിട്ട് നിങ്ങൾ അതിനെ വെളിയിൽ ഇറങ്ങും. ഹല്ലേലൂയ. സോ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത് ഹോപ്പ് അഡ്മിസ്റ്റ് ഡിസ്പെയർ. ഹല്ലേലൂയ. സെക്കൻഡ് പറഞ്ഞ റെസിലിയൻസ് ആൻഡ് റിസ്റ്റോറേഷൻ. ഞാൻ നിങ്ങളെ പറഞ്ഞ എന്റെ ലൈഫിൽ ഇത്രയും വലിയ പ്രോബ്ലംസ് ഒക്കെ റിസ്റ്റോർ നമ്മൾ ബാക്ക് ടു നോർമൽ സ്റ്റേജ് വരാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. നമ്മളിപ്പോ ഒരു കാര്യം തകർന്ന് പൊടിഞ്ഞൊക്കെ പോയാൽ അതിനെ വെൽഡൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് അതിനെ ഷേപ്പ് ഒക്കെ മാറും, സൗന്ദര്യമൊന്നും ഇല്ലാതെ വരും, അങ്ങനെ ഒരു ഇതായിട്ട് വരും. പക്ഷെ ദൈവം റിസ്റ്റോർ ചെയ്ത
ഒരിക്കലും അതിനെ അവർ പാട് വരുത്തിയില്ല. ഹല്ലേലൂയ. അതിനെ ലീവിങ് ടെസ്റ്റ് മണിയാ ഞാൻ നിങ്ങളെ പറയാം അങ്ങ് ദൈവമക്കളെ, ഈ ഒരു എന്താ പറഞ്ഞാലും ഒരു ഹ്യൂമൻ ബീങ് ആകുമ്പോ ഒരു ഫീമെയിൽ ആയതിന്റെ പേര് എന്റെ മുഖത്ത് അങ്ങനൊക്കെ പാടും വല്ലാതെ വെഗ്രാത്തി ഇരുന്ന ആരും എന്റെ ഫേസ് നോക്കാൻ പോലും ആഗ്രഹിക്കത്തില്ല. പക്ഷെ എനിക്ക് ദൈവകൃപയല്ലേ, എനിക്ക് ഒരു കുഴപ്പമില്ല. അതെന്തിനാ ഞാൻ പറഞ്ഞേ, ദൈവം എന്നെ റിസ്റ്റോർ ചെയ്ത്, ഗോഡ് ഹാസ് റിസ്റ്റോർഡ് മീ. ദൈവത്തിന്റെ റിസ്റ്റോറേഷൻ നമുക്ക് ദൈവം ചെയ്ത അതിന് ഒരു സ്ക്രാച്ച് പോലും ആൾക്കാർക്ക് നമ്മളെ ലൈഫിൽ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. തേർഡ് പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കും, ഗോഡ്സ് അഡ്വക്കേസി. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഒരു അഡ്വക്കേറ്റ്. ഹല്ലേലൂയ. നമുക്ക് ലോകത്തിന് വക്കീല അഡ്വക്കേറ്റിന് വക്കീലന്മാർ, നമുക്ക് വക്കീലന്മാർ, ലോകത്തിലെ വക്കീലന്മാർ അവരവിടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെ സാഹചര്യം അനുസരിച്ച് അവരവിടെ സംസാരം മാറ്റും. ചിലപ്പോ അവർക്ക് തോന്നും ആ കേസ് അവർ ഫെയിൽ ആവുമെന്ന് തോന്നുമ്പോ അവർ അല്ല ഞങ്ങൾ അങ്ങനെയല്ലോ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അങ്ങനെ അവർ സിറ്റുവേഷൻ അവരെ തന്നെ മാറ്റിയെടുക്കും. പക്ഷെ നമ്മുടെ ദൈവം, ഗോഡ് ഇസ് അവർ അഡ്വക്കേറ്റ് who never changes his word. Hallelujah. ദൈവം നമുക്ക് വേണ്ടി വാദിക്കും. ഹല്ലേലൂയ. എങ്ങനെ വാദിക്കുന്നേ? സാത്താനോട് വാദിച്ച് നമ്മുടെ ജീവിതത്തെ ആ ബുദ്ധിമുട്ടിന് വേണ്ടി നമുക്ക് വേണ്ടി വാദിച്ച് നമ്മളെ അതിനെ ഓവർകം ചെയ്യാൻ ദൈവം കൃപ നൽകും. ഹല്ലേലൂയ. ആ സമയത്ത് നമുക്ക് വേണ്ടി വാദിക്കാനോ നമുക്ക് വേണ്ടി എന്തൊരു ചെയ്യാൻ ആരും കാണത്തില്ല. പക്ഷെ ദൈവം സ്വയം അവിടെ നമ്മൾക്ക് വേണ്ടി ഒരു വക്കീലായിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് ദൈവം വരും. ഹല്ലേലൂയ. ദൈവത്തല്ല സാധ്യമായിട്ട് ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് എപ്പം കാണാൻ കിട്ടും? നമ്മളെ തന്നെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ചിന്തകളോ ഒന്നും വരുത്താതെ നമ്മളെ തന്നെ ദൈവസന്നിധി, ദൈവമേ അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തെ എന്തുവാ അത് നടക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നാലാമത്തെ കാര്യം നമുക്ക് കാണാൻ കിട്ടും, നമ്മള് നിന്ദിച്ചവര്, നമ്മുടെ ദുഷം പറഞ്ഞവര്, ഹല്ലേലൂയ, അവർ തന്നെ അവിടെ വായിന്റെ ഏറ്റു പറയും, അല്ല ഇവ സേവിച്ച ദൈവം വിശ്വസ്തനാ, സത്യമുള്ള ദൈവമാണ്. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു നിങ്ങൾ വിളിക്കുന്ന ദൈവം വിശ്വസ്തന. അതിന്റെ ഇടയ്ക്ക് ഞാൻ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ന്യൂറോ സർജന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു എല്ലാ മാസം എനിക്ക് ഫോളോ അപ്പിന് ചെക്കപ്പിന് പോണമെന്ന്. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഒരു പ്രായമുള്ള മനുഷ്യൻ മുട്ടുകാലിൽ നിന്ന് ദൈവസന്നിധി നിലവിളിക്കുന്നത് ഞാൻ നിന്റെ പപ്പായെ കണ്ടെന്ന്. അപ്പൊ എനിക്ക് വെയിറ്റിംഗ് റൂം, പേഷ്യന്റെ റിലേറ്റീവ്സിന്റെ വെയിറ്റിംഗ് റൂമിനകത്ത് നിന്റെ പപ്പ മുട്ടുകാലിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിലവിളിക്ക് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ പറഞ്ഞെ ആ പ്രാർത്ഥന ബ്ലെസ്സിങ് നിന്നെ ജീവനോടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവസന്നിധി മുടുകാലം മുടങ്ങുമ്പോ ഹല്ലേലൂയ നമ്മുടെ എതിരെ നിൽക്കുന്നവര് ഹല്ലേലൂയ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ജയിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. അവർ തന്നെ പറയും ഇവര് വിശ്വസിക്കുന്ന സേവിക്കുന്ന ദൈവം വിശ്വസ്തനാ, അത്ഭുത മന്ത്രിയാന്ന് അവരവിടെ വായിന്റെ പറയും. ഒരു അന്യജാതിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞല്ലോ, നിന്റെ പപ്പാടെ പ്രാർത്ഥന നിന്റെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായി ഇത് പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവസന്നിധി നെഗറ്റീവ് സിറ്റുവേഷൻ ആയാലും എത്ര പ്രോബ്ലമിന്റെ അടയ്ക്കും നമ്മൾ ദൈവസന്നിധിയിൽ മൂലങ്ങൾ മടിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ ലജ്ജിതരാവത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഒരിക്കലും ആരുടെ മുമ്പിൽ നമ്മുടെ തല കൊയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ, ഇത്രയും ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടന്നു, പ്രൈവറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാന്നു, ഭയങ്കര കണ്ടമാനം പൈസയൊക്കെ അവിടെ യൂസ് ആയി. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ₹1 കടമില്ലാതെ എല്ലാ ട്രീറ്റ്മെന്റും നടന്നു. ഹല്ലേലൂയ. ഇന്നും എന്റെ ഹസ്ബൻഡ് എന്നോട് പറയാൻ എനിക്ക് അത്ഭുതം തോന്നുന്നു. അല്ലെ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഡോക്ടേഴ്സ് എല്ലാം ട്രീറ്റ്മെന്റ് എല്ലാം എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ ദൈവമേ ഇനി അടുത്ത ബില്ല് റെഡി ആവില്ല. അപ്പം ദൈവം അത്ഭുതമായിട്ട് ഓരോ ദിവസം ഓരോ നിമിഷം നടത്തി എന്റെ എല്ലാ ട്രീറ്റ്മെന്റും എല്ലാ കാര്യം നടന്നു. പക്ഷെ ₹1 കടം വന്നില്ല. ഒരു നാളും ദൈവം ലജ്ജിക്കാൻ തന്നെ അനുവദിച്ചില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ വിളിച്ച ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തോടെ സന്നിധി നമ്മൾ വിശ്വസത്തോടെ നമ്മൾ ദൈവത്തോടെ സിൻസിയർലി ഫെയ്ത്ത്ഫുള്ളി ദൈവസന്നിധി ദൈവം നമ്മളെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. വചനത്തെ വായിക്കുന്ന പോലെ those who look unto me and never be ashamed. Hallelujah. നമ്മൾ ദൈവത്തെ നോക്കിയെങ്കിൽ ഒരിക്കലും നമ്മൾ ലജ്ജിതരാവില്ല. ഹല്ലേലൂയ.
അഞ്ചാമത്തെ കാര്യം ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഹല്ലേലൂയ എക്സ്പാൻഷൻ ചെയ്യും. ഹല്ലേലൂയ, നമ്മുടെ അതിരുകളെ ദൈവം വിസ്തരിക്കും. ഹല്ലേലൂയ, നമുക്ക് തോന്നും എന്റെ ഈ പ്രോബ്ലംസ് വന്ന് ബുദ്ധിമുട്ട് വന്ന്, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ ഞാൻ എന്റെ വായിന്ന് വന്ന വാക്ക് ഐ എം ഗുഡ് ഫോർ നത്തിങ്, എനിക്കിന്ന് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, അങ്ങനെ ഞാൻ ഈ ജീവിതം ജീവിച്ച സമയത്താ. പക്ഷെ ദൈവം എന്നെ എക്സ്പാൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ എക്സാമ്പിൾ ഒന്ന് പറയാം. ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ മീറ്റിംഗ്, എനിക്ക് 4 ഭാഷയിൽ ഞാൻ പ്രീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് മീറ്റിംഗ്സ് ഉണ്ട്. ഞാൻ അച്ഛനോട് പറയാം, എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഗവൺമെന്റ് ജോലി ചെയ്യുന്നപ്പം എനിക്ക് 6 ദിവസം വർക്ക് ചെയ്താൽ മതിയായിരുന്നു, ഇപ്പൊ ഞാൻ 7 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ എന്തിനാ പറഞ്ഞ ദൈവമക്കളെ, ദൈവം പറഞ്ഞു ഞാൻ നിന്നെ എക്സ്പാൻഡ് ചെയ്യും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. വർദ്ധിപ്പിക്കുന്ന നമുക്ക് സമ്പത്തോ കൂട്ടോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ദൈവം നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു എക്സ്പാൻഷൻ വന്നു. ഹല്ലേലൂയ. എന്റെ സ്പിരിച്വൽ ലൈഫിൽ വർധനം വന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ഒന്നുകൂടെ അടുക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ കുറെ അടുത്തപ്പം ദൈവത്തെ ഒന്നുകൂടെ രുചിച്ചറിയാൻ ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. അങ്ങനെ രുചിച്ചറിഞ്ഞപ്പം എന്റെ സ്പിരിച്വൽ ലൈഫിൽ എക്സ്പാൻഷൻ വന്നു. ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ ദൈവം വാഗ്ദത്ത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞ മീഖ ചാപ്റ്റർ 7:7-11 നിങ്ങൾ ആ വചനം, ഓരോ വചനം വായിക്കാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ അത് അധ്യയനിക്കണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ആൾക്കാരും ദൈവം ഏത് ഉദ്ദേശത്തോടെ നമ്മൾ ആക്കിയിരിക്കുന്നത്, അത് നമ്മൾ അതിനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താ അത് നമുക്ക് അത്ഭുതമായിട്ട് കാണാൻ കിട്ടും നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ജോയസ് ടിവിയുടെ എല്ലാ വ്യൂവേഴ്സിനും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം ഈ ജോയസ് ടിവിയുടെ ലീഡേഴ്സിന് ഇങ്ങനെ വിഷൻ കൊടുത്തത് ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി, ഇത് അനുഗ്രഹത്തിന്റെ കാരണം ആവാൻ വേണ്ടിയാ. അപ്പം ഇതിനകത്ത് വന്ന് ടെസ്റ്റ് മണി കൊടുക്കുന്നവരും വരാൻ പോകുന്ന ഈ സമയങ്ങൾ ഇനിയും വരാൻ പോകുന്നവരും, അതൊക്കെ വലിയ ഗോഡ്സ് കിങ്ഡം എസ്റ്റാബ്ലിഷ് ദൈവ രാജ്യത്തിന് വലിയൊരു കാര്യമായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഈ ചാനലിനെ ഇനിയും അനുഗ്രഹിക്കട്ടെ, എല്ലാ ലീഡേഴ്സിനെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ ഞാൻ എന്നെ വ്യൂ ചെയ്ത എല്ലാരെയും ഞാൻ നന്ദി പറഞ്ഞ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Praise God. Thank you, Father Jesus. Hallelujah. Heavenly Father, thanks and praise you, God, for this wonderful opportunity that you've given in my life, Father Jesus. Jesus, hallelujah, this joyous TV who are going to view this, my testimony, and hallelujah, who are going to hear the word, Father, that I have shared today, Father. Let it be a great blessing for each and every viewers who are going to view you, Father. Oh God, Jesus, I believe that how you have done a marvelous thing in my life, God. In the same way, God, each and every person who is viewing my testimony, let their life be a blessing, oh Father. Let them taste you more, oh God, Father, oh God, Jesus, so that they can challenge Satan can do and nothing in our life. Hallelujah. When you have promised, you are that faithful and since honest to fulfill those promises in our life, Father. I thank and praise you for this auntie and family, God. Bless them abundantly, Father. I pray for all the leaders of Joyce TV, Father. Bless them abundantly, Father. Let this media be a great blessing for many, many, oh Father. Thank and praise you, God, for once again for giving me this opportunity. I give you all glory and honor unto you, Master. In Jesus' most precious name I pray. Amen. ദൈവനാമത്തെ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞ് പ്രൈസ് ദ ലോർഡ്. ഓക്കെ, ബ്ലസ്സിയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനി അനേക സ്ഥലങ്ങളിൽ ബ്ലസ്സിയെ കർത്താവ് ഉപയോഗിക്കട്ടെ, അനേക ജീവിതങ്ങളുടെ വിടുതലിന് കർത്താവ് മുഖാന്തരമാക്കി തീർക്കട്ടെ. താങ്ക് യു ബ്ലസ്സിയെ, കർത്താവ് സഹായിക്കട്ടെ.